Hello. Good evening, students. Am I audible? Just voice checking. Am I audible to you? Okay, thank you, Bamini. Thank you. So we'll wait for some more time. A few more students may join. Yeah. So good evening, everyone. Welcome back. We'll slowly start. Hope you can see the screen. Yeah. Okay. So we'll yeah. We'll wait for one more minute. Yeah. But we'll continue from this part. We'll discuss some more areas, some more problems in the DA side, and then we'll slowly move to the next part. Yeah. So another 1 minute of time for, then we'll slowly start.
So we'll start with this. I trust all of am I audible to everyone? Yesterday we discussed about data interpretation. So did you go through these problems? I shared you the PPT with you. Did you answer കണ്ടുപിടിച്ചോ? So it was just continuation of the previous day. Did you go through? Yeah. Very good. Fine. Good. So the question is, what was aggregate mark obtained by Sajal in all the 6 subjects? So what is the approach here? What is the approach എന്താണ്? So we take Sajal. Okay. Sajal എടുക്കുന്നു. we take the person. Then what is the aggregate marks? Aggregate marks കണ്ടുപിടിക്കണമെങ്കിൽ we need to find the marks. അല്ലേ? ബിക്കോസ് പെർസെൻറ്റേജ് തന്നിട്ടുള്ള നമുക്കതിനെ മാർക്സ് ആക്കി മാറ്റണം. അപ്പോൾ മാർക്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇവിടെയെല്ലാം നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അപ്രോച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഫാസ്റ്റർ മാത്തമാറ്റിക്സ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഫാസ്റ്റർ മാത്തമാറ്റിക്സ് നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ട് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് പോലത്തെ ക്വിക്ക് മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സജാൽ ഫോർ എക്സാമ്പിൾ ഇവിടെ 150 ആണ് മാത്സിന്റെ മാക്സിമം മാർക്ക്, 90% ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പം 15 into 9 എത്രയാണെന്നുള്ളത് നമ്മൾ പെട്ടെന്ന് ഓർക്കണം. 15 9s are 135. സോ ദാറ്റ് ഇത് അപ്പം അങ്ങനെ പെട്ടെന്ന് മൈൻഡിൽ കാൽക്കുലേറ്റ് പോവുക. 13 into 6 എത്രയാണ്, 12 into 7 എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അങ്ങനെ പെട്ടെന്നോട്ട് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്ത് പോയാൽ നമുക്ക് ടൈം ഒരുപാട് സേവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതാണ് എൻ്റെ ഒരു അപ്രോച്ച്. ഓരോന്നും സ്റ്റെപ്പ് എഴുതി പോകാൻ പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ടൈം കൺസ്യൂമിങ് പ്രോസസ്സായി മാറും. നമ്മളോരോ ക്വിക്കായിട്ട് അതിൻ്റെ ഒരു സ്റ്റെപ്സ് എഴുതി ക്വിക്കായിട്ട് കുറേ പ്രോസസ്സുകൾ മൈൻഡിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് സമയം സേവ് ചെയ്യാനായിട്ട് ഈസിയായിട്ട് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അപ്രോച്ച്. അപ്പം നമ്മൾ സജലിൻ്റെ മാർക്കുകൾ കണ്ടുപിടിക്കുന്നു, ആഡ് ചെയ്യുന്നു. സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. സോ ഇപ്പം നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഇതിൻ്റെ പാർട്ടിലുള്ള ഞാൻ എടുക്കാം. നെക്സ്റ്റ് അനദർ ക്വസ്റ്റ്യൻ വി ഡിസ്കസ്. Next one is, so this is the next question. Yeah, this also we discussed last day. We are here another one question. മറ്റൊരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. Did you try this? ഈ ക്വസ്റ്റ്യൻ ട്രൈ ചെയ്ത് നോക്കിയോ? So what is the answer for this question? The question എന്താണ്? Well, I'll explain the question. In the year 2020, the production of sugar, which is given in million tons by 6 major production units A to F of India are shown in the table. What approximate percentage decrease in the sugar production unit B in June as compared to April? അപ്പം ഡാറ്റ മില്യൺ ടൺസിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ എത്ര കൺസേൺ ആവേണ്ട ആവശ്യമില്ല. ഇവിടെ സിമ്പിളായിട്ട് ചോദിച്ചിരിക്കുന്നത് എന്താ ചോദിച്ചിരിക്കുന്നത്? ഡിക്രീസ് ഇൻ ദ ഷുഗർ പ്രൊഡക്ഷൻ യൂണിറ്റ് ബിന്റെ ഷുഗർ പ്രൊഡക്ഷൻ്റെ ഡിക്രീസ് ആണ്. ഏത് ജൂൺ ടു ഏപ്രിൽ. അപ്പോൾ ജൂൺ ടു ഏപ്രിൽ കമ്പയർ ടു ഏപ്രിൽ ടു ജൂൺ. അപ്പോൾ ഏപ്രിലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ജൂണിൽ പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ ടേബിളിലേക്ക് നോക്കി അറിയാം ബിയിൽ എന്താ സ്ഥിതി. ഏപ്രിലിൽ 180 ആയിരുന്നു, ജൂണിൽ 160 ആയിട്ടുണ്ട്. അപ്പം 20 യൂണിറ്റ്സ് കുറഞ്ഞിട്ടുണ്ട്. അപ്പം അത് എത്ര പെർസെൻറ്റേജ് ആണെന്ന് കണ്ടുപിടിച്ചാൽ മതി. സോ ആൻസർ ഈസ് എത്രയാണ്? ഇതിൻ്റെ ആൻസർ എത്രയാണ്? നമ്മൾ 20 അതെ 20 എന്നുള്ളത് 180യുടെ എത്ര പെർസെൻറ്റേജ് ആണെന്ന് കണ്ടുപിടിച്ച് നമുക്ക് ആൻസറിലേക്ക് എത്താവുന്നതാണ്. അപ്പം 20 ഇത് അപ്രോക്സിമേറ്റ്ലി 11.11 കിട്ടും. 11.11 കിട്ടും. നമ്മൾ ദാറ്റ് ഈസ് ആൻസർ ഈസ് 11 എന്നുള്ള ആൻസറിലേക്ക് എത്താൻ പറ്റും നമുക്ക്. സോ ആൻസർ ഈസ് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ ഇവിടെ റൈറ്റ് ആൻസർ വരുന്നത് 11 ആണ് റൈറ്റ് ആൻസർ വരുന്നത്. അപ്പോൾ മനസ്സിലായും വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് കണ്ടുപിടിക്കുന്നു, നമ്മളത് അതിന് എത്ര പെർസെൻറ്റേജ് ആണെന്ന് നോക്കുന്നു, അതങ്ങനെ യൂസ് ചെയ്യുന്നു. സോ ദാറ്റ് ഇസ് എ സിമ്പിൾ പ്രൊസീജിയർ വി ഫോളോ ചെയ്യുക. സിമിലർലി വിൽ ടേക്ക് അനദർ വൺ ക്വസ്റ്റ്യൻ. മറ്റൊരു ക്വസ്റ്റ്യൻ എടുക്കാം. നിങ്ങൾക്ക് തരാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്ന് നിങ്ങൾ ട്രൈ ടു സോൾവ് ദിസ്. ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നോക്കുക. റീഡ് ദ ക്വസ്റ്റ്യൻ വായിക്കാൻ പറ്റുന്നുണ്ടോ? Are you able to read some response? Are you able to read the question? Yes, okay. So try to read this. ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് നമുക്ക് മറ്റൊരു പാർട്ടിലേക്ക് പോവാം. Following pie chart indicates monthly domestic budget of a family. ഒരു ഫാമിലിയുടെ മന്ത്ലി ഡൊമസ്റ്റിക് ബഡ്ജറ്റ് ആണ് ഇതിൽ ഇവിടെ കാണിക്കുന്നത്. Where food, A for food, B for conveyance, C for clothing. ഇതൊരു പൈ ചാർട്ട് തന്നെ രീതിയിലാണ് തന്നിരിക്കുന്നത്. Again, D for house rent, E for miscellaneous expense, F for
If the monthly savings of the family is 4,500, മന്ത്ലി ഇൻകം എത്രയാണെന്ന് ചോദിക്കുന്നത്. അപ്പൊ ആദ്യം കണ്ടുപിടിക്കണം എഫ് തന്നിട്ടില്ല, എഫിന്റെ വാല്യൂ ആദ്യം കണ്ടുപിടിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിലേക്ക് എത്താൻ പറ്റുള്ളൂ. എഫിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം ബാക്കി മൊത്തം പെർസെൻറ്റേജ് ആണ് തന്നിക്കുന്നത്, പെർസെൻറ്റേജ് വൈസ് തന്നിക്കുന്നത്. പെർസെൻറ്റേജ് വൈസ് ആയിട്ട് തന്നിക്കുന്നത് കൊണ്ട് നമ്മൾ 100ൽ കണ്ടാൽ മതി. പെർസെൻറ്റേജ് വൈസ് തന്നിക്കുന്നത് ആംഗിൾ പ്രൊപ്പോർഷനായിട്ട് അല്ലായിട്ടല്ല തന്നിക്കുന്നത്, പെർസെൻറ്റേജ് തന്നിക്കുന്നത്. അപ്പം എഫ് എത്ര പെർസെൻറ്റേജ് ആയിരിക്കും ആദ്യം കണ്ടുപിടിക്കുക. എഫ് എത്ര പെർസെൻറ്റേജ് ആയിരിക്കും? വാട്ട് പെർസെൻറ്റേജ് വിൽ ബി എഫ്? ബാക്കി പെർസെൻറ്റേജ് എല്ലാം ആഡ് ചെയ്യുക, എന്നിട്ട് 100ൽ നിന്ന് മൈനസ് ചെയ്യുക, then you will get the F. So F will be F is 15%. Yes, 50%. അപ്പോൾ എഫ് 50% ആണ്. അപ്പം മൊത്തം ഫാമിലിയുടെ ഇൻകം ആണിത്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴാണ് ഈ പറഞ്ഞ 6 ഇവന്റും കൂടെ 6 ഐറ്റം കൂടെ കൂട്ടുമ്പോഴാണ് മൊത്തം ഫാമിലിയുടെ ഇൻകം കിട്ടുന്നത്. അപ്പോൾ അതിന്റെ 15% ആണ് തന്നേക്കുന്നത്. മൊത്തം ഇൻകത്തിന് 15% ആണ് 4,500 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മൊത്തം ഇൻകം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? മൊത്തം ഇൻകം എന്ന് പറയുമ്പോൾ എങ്ങനെ കാൽക്കുലേഷൻ എങ്ങനെയാ ചെയ്യാം? മൊത്തം ഇൻകത്തിന്റെ 15% ആണ് തന്നേക്കുന്നത്. മൊത്തം ഇൻകത്തിന്റെ ഇൻറ്റു എങ്ങനെ പറഞ്ഞു 50% ആണ് 0.15 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതാണ് മൊത്തം ഇൻകത്തിന്റെ 50% ആണ് തന്നേക്കുന്ന വാല്യൂ 4,500. അപ്പം സോ ടോട്ടൽ ഇൻകം എന്ന് പറയുമ്പോൾ ടോട്ടൽ ഇൻകം ഈസ് ഈക്വൽ ടു 4,500 ബൈ 0.15. 4,500 ഡിവൈഡ് ബൈ 0.15 എന്ന് കിട്ടും. 4,500 ബൈ 4,500. Yeah. So right answer is, the answer എത്ര കിട്ടും? When you calculate this, right answer you get it as കിട്ടിയോ? ആർക്കിന് കിട്ടിയോ? Right answer is, yeah, 4,500. 4,500 divided by 0.15. 4,500 divided by 0.15. 4,500 0.15 കൊണ്ട് 0.15 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 30,000 ആണോ 3,000 ആണോ വരിക? 4,500. Yes, 30,000. Okay. So 30,000 is the right answer. 30,000 is the right answer. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 30,000ന്റെ 15% ആണ് 4,500. അപ്പോൾ 4,500 ഡിവൈഡ് ബൈ 0.15. ഇനി 0.15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് ഡിവൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 സീറോയും കൂടെ ആഡ് ചെയ്തിട്ട് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ നമ്മൾ മോളിൽ താഴെ 2 സീറോ ആയിരുന്നു, 4,500 ആണ്. ഇപ്പോൾ 2 സീറോ ആഡ് ചെയ്തിട്ട് നിങ്ങൾ ഡിവൈഡ് ബൈ 15 ചെയ്താൽ ഇല്ല ഗുഡ് ആൻസർ. 4,50,000 ആക്കിയിട്ട് നിങ്ങൾ ബൈ 15 ചെയ്താലും ആൻസർ കിട്ടും. നിങ്ങൾക്ക് 4,500 ബൈ 50 എന്നുള്ളത് അങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ. ഇത്രയാണ് നമ്മുടെ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ എന്നുള്ള ഏരിയയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സിമാറ്റ് എക്സാമിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു കാറ്റഗറിയാണ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ. നിങ്ങൾ മിസ്സാക്കരുത് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ്. സോ പ്രോബബ്ലി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറി ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ പാർട്ടിൽ വരിക. ഭയങ്കര ടഫർ ക്വസ്റ്റ്യൻസ് അങ്ങനെ നമ്മൾ സാധാരണ കാണാറില്ല. നൗ ലെറ്റ് us മൂവ് ടു അനദർ ഏരിയ. നമ്മൾ മറ്റൊരു ഏരിയയിലേക്ക് നമുക്ക് ഡിസ്കഷൻ കൊണ്ടുപോകാം. സോ ഐ വിൽ ബി ഡീലിംഗ് വിത്ത് സംതിങ് റിലേറ്റഡ് ടു അറേഞ്ച്മെന്റ്, പെർമിറ്റേഷൻ എന്നുള്ള ഒരു ഏരിയയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പെർമിറ്റേഷന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അപ്പോൾ അതിന് മുമ്പായിട്ടാണ് പെർമിറ്റേഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റിനെ പറ്റി നമുക്കൊന്ന് റഫലി പറയാം. എന്താണ് പെർമിറ്റേഷൻ കോമ്പിനേഷൻ, 2 കോൺസെപ്റ്റ് ഉണ്ട്. ഞാൻ ഇവിടെ പെർമിറ്റേഷൻ്റെ ഒരു ആംഗിൾ നിന്നുകൊണ്ടാണ് കൂടുതൽ സംസാരിക്കുന്നത്. പെർമിറ്റേഷൻ, വാട്ട് ഈസ് പെർമിറ്റേഷൻ എന്നുള്ളതാണ് നമ്മുടെ ഒരു ഡിസ്കഷൻ പോയിന്റ്. സോ ഹു ക്യാൻ സേ വാട്ട് ഈസ് പെർമിറ്റേഷൻ ആൻഡ് കോമ്പിനേഷൻ? കേട്ടിട്ടുണ്ടോ 2 വാക്കുകൾ, പെർമിറ്റേഷൻ ആൻഡ് കോമ്പിനേഷൻ? ആർ യു ഫെമിലിയർ വിത്ത് ദിസ് ടൈം? Permutation. Typing here permutation. Okay. Similarly, another one is combinations. So does anyone know difference between permutation and combination? Permutation എന്താണ്? Combination എന്താണ്? Yeah, permutation is basically arrangement. Permutation is basically arrangement, whereas combination is actually a selection. So there is a difference between selection and arrangement. നമ്മുടെ ഒരു ഡിഫറെൻറ്റ് കളറുള്ള ഒരു 5 ഫ്ലവേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ആ ഫ്ലവേഴ്സിനെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നു, ലീനിയർലി അറേഞ്ച് ചെയ്യുന്നു. അതാണ് പെർമിറ്റേഷൻ. എന്തൊക്കെ പോസിബിലിറ്റിയിൽ നമ്മൾ അറേഞ്ച് ചെയ്യാൻ പറ്റും
അപ്പോൾ ആദ്യം വരുന്ന കളർ വരുന്ന പല രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഈ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഇപ്പോൾ ഒരു 3 എടുക്കണമെങ്കിൽ നമ്മളൊക്കെ എന്തൊക്കെ രീതിയിൽ എടുക്കാം, എന്തൊക്കെ മൾട്ടിപ്പിൾ പോസിബിലിറ്റീസ് പറ്റും, അതാണ് കോമ്പിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ പെർമിറ്റേഷൻ ഈസ് അറേഞ്ച്മെന്റ്, കോമ്പിനേഷൻ ഈസ് സെലക്ഷൻ. അതാണ് നമ്മൾ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. ഹിയർ ഇൻ ഇവിടെ നമ്മളൊരു വേറൊരു ടൈമും കൂടെ നമ്മൾ മനസ്സിലാക്കണം. വി ഹാവ് സംതിങ് കോൾഡ് ഫാക്ടോറിയൽ. ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ആർക്കും അറിയാൻ പറ്റും വാട്ട് ഈസ് ഫാക്ടോറിയൽ? എന്താണ് 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ ഒരു സിമ്പിൾ ഒക്കെ ഉണ്ടോ? 4 ഫാക്ടോറിയൽ ഇങ്ങനെ ഒരു സിമ്പിൾ നിങ്ങൾ ഉപയോഗിച്ച് കണ്ടുണ്ടോ? വാട്ട് ഈസ് 4 ഫാക്ടോറിയൽ? Anyone can say what is factorial? 4 ഫാക്ടോറിയൽ എത്രയാണ്? Who can say 4 ഫാക്ടോറിയൽ? Yeah, very good. Bamini has the idea. 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 into 2 into 3 into 4 into 5, 4 into 4. Again, 24. 24 is the answer. 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 into 2 into 3 into 4 into 5. So again, ഫാക്ടോറിയൽ കോൺസെപ്റ്റ്സ് എടുക്കുകയാണെങ്കിൽ 0 ഫാക്ടോറിയൽ is 1. Even if we have 10 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 into 2 into 2 into 3 into 4 into 10 വരെ നമ്മൾ മൾട്ടിപ്ലൈ, അതാണ് 10 ഫാക്ടോറിയലിലേക്ക് എത്തുന്നത്. ഇതാണ് ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, ഫണ്ടമെന്റൽ കോൺസെപ്റ്റ് ഫാക്ടോറിയൽ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ബേസിക്കായി മനസ്സിലാക്കി മാത്രമേ നമുക്ക് അറേഞ്ച്മെന്റ് കാറ്റഗറി പ്രോബ്ലങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഇത് ക്വസ്റ്റ്യൻ ഈസ് ഇൻ ഹൗ മെനി വേസ് the letters of the word mathematics, just wait a second, take a drawing tool. Yeah, how many different ways the letters of the word mathematics be arranged so that vowels always come together? Now before that, I will take this question first, then I will go to that question. There is a higher order question. Can I read this question? How many ways the letters of the word leader to be arranged? Leader. Letters in the word leader to be arranged. That is the first question. ഇവിടെ ക്വസ്റ്റ്യൻ നോക്കുകയാണ്, ലീഡർ എന്നുള്ള വേർഡ് നമുക്ക് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം? ദാറ്റ് ഇസ് ദ ഡിസ്കഷൻ. ലീഡർ എന്നുള്ള വേർഡ്. അപ്പോൾ നമുക്ക് നോക്കൂ, ഇതിൽ എത്ര വേർഡ്സ് ഉണ്ട്? 1, 2, 3, 4, 5, 6 വേർഡ്സ് ഉണ്ട്. അപ്പോൾ ബേസിക്കലി ഇത്ര അറേഞ്ച്മെന്റ്സ് ചെയ്യുമ്പം അറേഞ്ച്മെന്റ് പ്രോബ്ലംസ് നമ്മൾ പറയുമ്പോൾ നമ്മൾ സാധാരണ വി യൂസ് 6 ഫാക്ടോറിയൽ. ദാറ്റ് ഇസ് എ ഫാക്ടോറിയൽ. അപ്പം നമുക്ക് ഇതിലൊക്കെ ആൻസർ 18 is answer for this one, leader. ലീഡറിന്റെ ക്വസ്റ്റിന്റെ ആൻസർ ആണോ? 18 comes from. ഓക്കെ. ഓക്കെ, അപ്പൊ ലീഡർ നോക്കുമ്പോൾ അതിൽ എത്ര വേർഡ്സ് ഉണ്ട് നോക്കൂ. 6 വേർഡ്സ് കാണുന്നുണ്ട്. കറക്റ്റ് അല്ലേ? 6 വേർഡ്സ് കാണുന്നുണ്ട്. 6 വേർഡ്സ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ 6 ഡിഫറെന്റ് വേർഡ്സുകളാണെങ്കിൽ നമ്മൾ സേ പോസിബിലിറ്റി 6 ഫാക്ടോറിയൽ. 6 ഫാക്ടോറിയൽ അതാണ് ബേസിക് ഇക്വേഷൻ. നമ്മൾ n ഫാക്ടോറിയൽ. ഇപ്പൊ n ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് എത്ര തരത്തിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഷോർട്ട് കട്ട് n ഫാക്ടോറിയൽ എന്നാണ്. അപ്പൊ നമ്മൾ 5 ഫ്ലവേഴ്സ് ഉണ്ടെങ്കിൽ 5 ഫ്ലവേഴ്സ് ഡിഫറെന്റ് കളർ 5 ഫ്ലവേഴ്സ് ഉണ്ട്. ഡിഫറെന്റ് കളറിൽ 5 ഫ്ലവേഴ്സ് എങ്ങനെ അറേഞ്ച് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ റൈറ്റ് ആൻസർ ഈസ് 5 ഫാക്ടോറിയൽ. 5 ഫാക്ടോറിയൽ രീതിയിലുള്ള നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. 6 ഫ്ലവേഴ്സ് ഉണ്ട്. 6 ഫ്ലവേഴ്സിന് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? 6 ഫാക്ടോറിയൽ രീതിയിൽ നമുക്ക് 1 into 2 into 3 into 4 into 5 into 6 ഫാക്ടോറിയൽ രീതിയിൽ നമുക്ക് അതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. അറേഞ്ച്മെന്റ് എന്ന് പറയുമ്പോൾ n ഫാക്ടോറിയൽ. ഇപ്പൊ n ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് n ഫാക്ടോറിയൽ രീതിയിൽ നമുക്ക് അതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്കിവിടെ എന്തെങ്കിലും ഈ ലെറ്റേഴ്സിന് അറേഞ്ച്മെന്റ് നോക്കുമ്പോൾ എന്തെങ്കിലും ലെറ്റേഴ്സ് റിപ്പീറ്റേഷൻ ഉണ്ടോ എന്ന് നോക്കണം. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇ എന്ന് പറയുന്ന ലെറ്റർ നമുക്ക് റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇ എന്ന ലെറ്റർ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇ എന്ന ലെറ്റർ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ അറേഞ്ച്മെന്റിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. നമ്മളിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എൽ ഇ നമ്മൾ അഗെയിൻ സെക്കൻഡ് പൊസിഷനിൽ നമ്മൾ ഇ എഴുതി, പിന്നെ വീണ്ടും നമ്മൾ 5ാമത്തെ പൊസിഷനിലും ഇ എഴുതിയും വിചാരിക്കുക. അവിടെ വീണ്ടും അപ്പോൾ ഇതൊരു അറേഞ്ച്മെന്റ് ആണ്. ലാസ്റ്റുള്ള എന്തോ ആയിക്കോട്ടെ. ഇപ്പോൾ 2 ഇ ഉണ്ട്. നമ്മൾ ഈ ഇകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും പറയുമ്പോൾ വേണമെങ്കിൽ ഇത് അറേഞ്ച്മെന്റ് ആണ്, പക്ഷേ ലുക്ക് ലൈക്ക് സെയിം. അത് രണ്ടും ഒന്നായിട്ടേ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ റിപ്പീറ്റ് വരുന്ന എഫക്റ്റുകൾ ഹാഫ് ആയിട്ടേ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിന് എത്ര റിപ്പീറ്റേഷൻ ഉണ്ടോ 6 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ. എന്തുകൊണ്ട് 2 ഫാക്ടോറിയൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് തവണ ഒരു ലെറ്റർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ദ ടോട്ടൽ അറേഞ്ച്മെന്റ് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ഈസ് 6 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ. ഇതായിരിക്കും ഇവിടുത്തെ ടോട്ടൽ കോണ്ടെക്സ്റ്റ്. അപ്പം ഇതെങ്ങനെയാണ് കിട്ടിയത് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ 6 ഫാക്ടോറിയൽ എങ്ങനെയാണ് 6 ഫാക്ടോറിയൽ ഐറ്റംസ് എന്ന് മൊത്തത്തിലുള്ളത്. മൊത്തം ലെറ്റേഴ്സ് 6 ലെറ്റേഴ്സ് ഉണ്ട്.
Yeah, you got the correct answer, 360. Yeah. 6 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 720 ആണ് കിട്ടുന്നത്. അപ്പോൾ 2 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ അതിന്റെ ഹാഫ് വരുന്നു. അപ്പോൾ 2 ഫാക്ടോറിയൽ 720/2 വിൽ ഗെറ്റ് 360 ആസ് ദ റൈറ്റ് ആൻസർ. 360 ആസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ ഇങ്ങനെ നമ്മൾ ലെറ്റേഴ്സ് അറേഞ്ച്മെന്റ് കൺസിഡർ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ നോക്കേണ്ടത് ഈ ഒരു കോൺസെപ്റ്റാണ് പ്രാധാന്യം കൊടുക്കുക. എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന് നോക്കുക. അത് യുണീക്ക് ലെറ്റേഴ്സ് ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. യുണീക്ക് ലെറ്റേഴ്സ് ആണെങ്കിൽ നമുക്ക് അത്രയും അറേഞ്ച്മെന്റ്സ് പോസിബിൾ ആവും. യുണീക്ക് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ലെവല് നമ്മൾ എത്ര റിപ്പീറ്റേഷൻ ഉണ്ട് അത് നോക്കിയിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഒരു പ്രോബ്ലം നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും. വിൽ ടേക്ക് അനദർ പ്രോബ്ലം. യാ. In how many different ways can the letters in the word mathematics can be arranged? ഇതേ രീതിയിൽ തന്നെ ഒന്ന് ശ്രമിച്ചു നോക്കാം. പക്ഷെ ഇവിടെ ഒരു കണ്ടീഷൻ കൂടെ എടുത്ത് പറയുന്നുണ്ട്. ദ കണ്ടീഷൻ ഇസ് ദാറ്റ് ദ വവൽസ് ഓൾവേസ് കം ടുഗെദർ. അപ്പൊ ഇത് അറേഞ്ച് ചെയ്യുമ്പോൾ ഒരു കണ്ടീഷൻ പറഞ്ഞ ഇതാണ്, വവൽസ് എല്ലാം ഒരുമിച്ച് വരാനേ പാടുള്ളൂ. വട വവൽസ് ഇൻ ഇംഗ്ലീഷ് എ ഐ ഒ യു നമുക്കറിയാവുന്നതാണ്. അപ്പൊ ഇവിടുത്തെ വവൽസ് എന്തൊക്കെയാണ്? ഈ വേർഡിലെ എ ഉണ്ട് വവലായിട്ട്, ഇ ഉണ്ട് വവലായിട്ട്, വീണ്ടും ഒരു എ ഉണ്ട് വവലായിട്ട്, പിന്നെ ഒരു ഐ ഉണ്ട് വവലായിട്ട്. അപ്പൊ ഇത്രയും വവൽസ് ഇതിനകത്ത് നമുക്കുണ്ട്. എ ഉണ്ട്, ഇ ഉണ്ട്, എ ഉണ്ട്, ഐ ഉണ്ട്. അപ്പൊ നോക്കുകയാണെങ്കിൽ 4 ലെറ്റേഴ്സ് വവലുണ്ട്. പക്ഷെ അതിൽ എ 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരുമിച്ച് വരാൻ പാടുള്ളൂ. ഈ വവൽസ് എല്ലാം ഒരുമിച്ച് വരാൻ പാടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ ഫസ്റ്റ് അസംഷൻ എടുക്കുന്നത് വവൽസ് അല്ലാത്ത ലെറ്റേഴ്സിന് എല്ലാത്തിനും കൂടെ ഒരു അറേഞ്ച്മെന്റ് പ്ലസ് വവൽസ് ഉള്ളതിന് വേറൊരു അറേഞ്ച്മെന്റ്. ഇതാണ് ഇതിന്റെ ഒരു ബ്ലോക്കിംഗ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുക. നൗ വവൽസ് എല്ലാത്തിനും കൂടെ ഒരു അറേഞ്ച്മെന്റ്, വവൽസ് എല്ലാത്തിനും വേറെ അറേഞ്ച്മെന്റ്. സോ എന്നിട്ട് നമ്മൾ വവൽസ് അല്ലാതെ ഉള്ളതിന് എത്ര അറേഞ്ച്മെന്റ് പോസിബിൾ ആണെന്നോ ചെക്ക് ചെയ്യണം. അപ്പൊ ഇത് നമ്മൾ ഈ വവൽസ് എല്ലാത്തിനും കൂടെ ഒരുമിച്ച് നമ്മൾ ഒരു ഒറ്റ യൂണിറ്റ് ആയിട്ട് എടുക്കാം. നമ്മൾ അതിനെ ഒരു എക്സ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആയിട്ട് അങ്ങ് എടുക്കാം ഇനീഷ്യലി. അങ്ങനെ നോക്കുവാണെങ്കിൽ ഇതിന് ഈ വവൽസ് ഉള്ള 4 കൂടെ എക്സ് ആയിട്ട് എടുത്തു. അപ്പൊ നോക്കുവാണെങ്കിൽ മൊത്തം ബാക്കി വവൽസ് അല്ലാത്ത ലെറ്റേഴ്സ് എം ഉണ്ട്, ഒരു ടി ഉണ്ട്, എച്ച് ഉണ്ട്, വീണ്ടും ഒരു എം ഉണ്ട്, വീണ്ടും ഒരു ടി ഉണ്ട്, വീണ്ടും ഒരു സി ഉണ്ട്, വീണ്ടും ഒരു എസ് ഉണ്ട്. കറക്റ്റ്. അപ്പൊ നമ്മളെല്ലാം അത്രയും ഓപ്ഷൻസ് അവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ എ ഐ ഒരുമിച്ച് എടുത്തു. ബാക്കി എല്ലാ ലെറ്റേഴ്സിനും കൂടെ ഒരുമിച്ച് എടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇത്രയും എണ്ണത്തിനെ ഒരുമിച്ച് എടുത്തു. ഇതിനെ ഒരു ഒറ്റ യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തു. അപ്പൊ നോക്കുമ്പോൾ 1, 2, 3, 4, 5, 6, 7, 8 ലെറ്റേഴ്സിന്റെ അറേഞ്ച്മെന്റ് ആയിട്ട് ചുരുങ്ങാണ്. 8 ലെറ്റേഴ്സ്. എങ്ങനെയാണ് 8 ലെറ്റേഴ്സ് വന്നത് മനസ്സിലായത് നിങ്ങൾക്ക്? വവൽസ് അല്ലാത്ത 7 ഉണ്ട്. ദർ ആർ 7 വവൽസ് അല്ലാത്ത. അഗൈൻ വവൽസ് എല്ലാത്തിനെയും കൂടെ ഒരുമിച്ച് എടുത്ത് നമ്മൾ ഒരു ഒറ്റ യൂണിറ്റ് ആയിട്ട് എടുത്തു. എന്തുകൊണ്ട് ഒറ്റ യൂണിറ്റ് ആയിട്ട് എടുത്തത്? ദ കണ്ടീഷൻ ഈസ് ദാറ്റ് they come always together. They always come together. You got this? You always come together. Yeah. So some of you got the answer and I'm trying to explain it. The concept അറിയാത്ത ആൾക്കാർക്ക് യൂസ്ഫുൾ ആവും. I'll explain it. Okay. Now so that അവിടെ എന്താ ചെയ്യുക നമ്മൾ? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു രണ്ട് എലമെന്റ് ആയിട്ട് സെപ്പറേറ്റ് എടുക്കുന്നു. ഫസ്റ്റ് ഒരു എലമെന്റ് എടുക്കുന്നു. അപ്പൊ അതിന്റെ അറേഞ്ച്മെന്റ്സ് ചെയ്യുന്നു. സോ നമ്മൾ ആദ്യം തന്നെ 8 ഫാക്ടേഴ്സ് എടുത്തു. അപ്പം 8 ഫാക്ടേഴ്സിന്റെ ആദ്യത്തെ സെറ്റിനെ 8 ഫാക്ടോറിയൽ നിന്ന് എടുത്തു. 8 ഫാക്ടോറിയൽ തന്നെ 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 2 ഫാക്ടോറിയൽ 2 തവണ എടുക്കുന്നു. അപ്പോൾ 8 ഫാക്ടോറിയൽ by 4 കിട്ടുന്നു. സോ അപ്പോൾ ദാറ്റ് വിൽ ലീഡ് യു ഇൻ ടു എ നമ്പർ ദാറ്റ് വിൽ ഗെറ്റ് അപ്രോക്സിമേറ്റ്ലി 1 lakh 8800. That is the answer. Okay. Now again finally 1 0 1 0 0 8 0 കറക്റ്റ് ഇതല്ലേ? ഫസ്റ്റ് സ്റ്റെപ്പ് ഇതല്ലേ സോൾവ് ചെയ്ത ആൾക്കാർ പറയും ഇത് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയത്. കറക്റ്റ്? യെസ്. ഓക്കെ. നൗ സോ ഇൻ ദ നെക്സ്റ്റ് ഫേസ് വാട്ട് വി ഡു ദാറ്റ്, നമ്മൾ ഈ പറയുന്ന പോലെ ഈ ബ്ലോക്കിലുള്ളതിനെ മാത്രം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നു. ഈ ബ്ലോക്കിലുള്ളതിനെ മാത്രമായിട്ട് സെപ്പറേറ്റ് അറേഞ്ച് ചെയ്യുന്നു. അപ്പൊ അതിനെ വീണ്ടും അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് അഗെയിൻ വി ഹാവ് 4 ലെറ്റേഴ്സ്. 4 ഫാക്ടോറിയൽ by 2 വരുന്നു. എന്തുകൊണ്ടാണ് 2 വരുന്നത്? ബിക്കോസ് എ 2 തവണ വരുന്നു. 4 ഫാക്ടോറിയൽ by 2 വരുന്നു, വിച്ച് ഈസ് ആക്ച്വലി 12 വരുന്നു. സോ slowly we'll eventually reach the right answer, which is 120,960.
correct? So that is the right answer. 16960, right answer. So 120960. So many of you got the answer 120960. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലായി വിചാരിക്കുന്നു. നമ്മൾ ഇതിന്റെ ബ്ലോക്ക് ഒരുമിച്ച് എടുക്കുന്നു, പെർമിറ്റേഷൻ ചെയ്യുന്നു, റിപ്പീറ്റേഷൻ വരുന്ന ഡിവൈഡ് ചെയ്യുന്നു. ഇപ്പൊ 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, സപ്പോസ് ഒരു ലെറ്റർ 3 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒരു നമ്പർ ഒരു ലെറ്റർ 3 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ 3 ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഒരു നമ്പർ 3 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 3 ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ക്ലിയർ? ഓക്കെ. നൗ ടേക്ക് അനദർ ക്വസ്റ്റ്യൻ. മറ്റൊരു ക്വസ്റ്റ്യൻ എടുക്കാം. ഈ ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. റീഡ് ദിസ് ക്വസ്റ്റ്യൻ, then I will come to the discussion part. എല്ലാവരും ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുക. ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് നോക്കുക എല്ലാവരും. റീഡ് ദ ക്വസ്റ്റ്യൻ ആൻഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. What is the probability of getting a sum of 22 or more when 4 dice are thrown? So that is the question. Dice, are you familiar with dice? Dice എന്താണെന്ന് എല്ലാവരും ഫെമിലിയർ അല്ലേ? ഡൈസ്, നമ്മളെല്ലാവരും ലുഡോയും എല്ലാ ഗെയിംസ് എല്ലാം കളിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഡൈസ് എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഡൈസ് എത്ര ഫേസ് ഉണ്ട് ഡൈസിന്? How many face for dice? ഡൈസ് എത്ര ഫേസ് ഉണ്ട്? Dice has how many face? സിക്സ് ഫേസസ് ഉണ്ട് ഡൈസിന്. നമ്മളെല്ലാവരും ഇപ്പൊ ഫെമിലിയർ ആയിട്ടുള്ള എവിടെ ചോദിക്കുന്നത്, നമ്മള് 4 ഡൈസ് ആണ്. 4 ഡൈസ് ത്രോ ചെയ്യുകയാണ്. 4 ഡൈസ് ത്രോ ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന സം ഓഫ് 22. എന്താണ് സം ഓഫ് 22 എന്ന് വെച്ചാൽ 4 ഡൈസ് ത്രോ ചെയ്യുമ്പോൾ അതിൽ വരുന്ന നമ്പേഴ്സ് 1 2 3 5 6 ഏതാ 1 2 3 4 5 6 ഏതാ നമ്പേഴ്സ് വരിക. അതെ, അപ്പൊ ആ നമ്പേഴ്സ് വരുമ്പോൾ അതിന്റെ സമ്മ് മൊത്തം 4 ഡൈസിന്റെയും കൂടെ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സമ്മ് 22 മുകളിലും ആകുന്നത് എത്ര പ്രോബബിലിറ്റി ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. എത്ര പ്രോബബിലിറ്റി ആണെന്ന് ചോദിക്കുന്നത്. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? എനിവൺ ഹാസ് എ ക്ലൂ? എനി ക്ലൂ, എനി ഹിന്റ് ഫോർ യു? ഇപ്പൊ പ്രോബബിലിറ്റിയുടെ ബേസിക് ഇക്വേഷൻ എന്നാണ്. മറ്റൊരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് പോകണം. പ്രോബബിലിറ്റിയുടെ ബേസിക് ഇക്വേഷൻ എന്നാണ് പ്രോബബിലിറ്റി. സോ വാട്ട് ഇസ് പ്രോബബിലിറ്റി? സ്റ്റാൻഡ്സ് ഫോർ പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി എന്ന കോൺസെപ്റ്റ് എന്താണ്? How many of you have learned probability in your graduation? Are you learning probability? Probability പഠിക്കുന്നുണ്ടോ? ഏതർ എസ് ഓർ നോ പറയൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രോബബിലിറ്റി, anyone have learned probability, ബേസിക് ഐഡിയ പ്രോബബിലിറ്റി ഉള്ളവരുണ്ടോ? പ്രോബബിലിറ്റി എന്താണ്? നമ്മളൊരു ഒരു കോയിൻ ടോസ് ചെയ്യാണ്. അല്ലെ, നമ്മളൊരു മത്സരങ്ങളൊക്കെ നടക്കുമ്പം, അല്ലെ, ക്രിക്കറ്റ് മാച്ച് നടക്കുമ്പം ടോസ് എന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അല്ലെങ്കിൽ ഫുട്ബോളിലാണെങ്കിലും ഏത് സൈഡാണെന്നൊക്കെ ഡിസൈഡ് ടോസ്. നമ്മൾ എന്തെങ്കിലും തർക്കമൊക്കെ വരുമ്പോൾ ടോസ് ചെയ്യാറുണ്ട്. ഒരു കോയിൻ ടോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? അതുപോലെ ടെയിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? ടെയിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? എന്തുകൊണ്ടാണ് നമ്മൾ കോയിൻ ടോസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്? ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? ടെയിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? പ്രോബബിലിറ്റി ഇക്വേഷൻ ഇസ് നമ്പർ ഓഫ് ഔട്ട്കം അപ്പോൺ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം. നമ്പർ ഓഫ് ഔട്ട്കം ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം. കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പറയാം, നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം. നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഔട്ട്കം ബൈ നമ്മൾ എന്താ ടാർഗറ്റ് ചെയ്യുന്നത്, ഫേവറബിൾ ഔട്ട്കം ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം. അപ്പം കോയിൻ ടോസ് ചെയ്യുമ്പം 1/2 എന്ന് വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി ഒന്നാണ് ടോട്ടൽ പ്രോബബിലിറ്റി. ഒന്നെങ്കിൽ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ കിട്ടും. ടോട്ടൽ പ്രോബബിലിറ്റി 2ആണ്. ഒന്നെങ്കിൽ ഹെഡ് കിട്ടും അല്ലെങ്കിൽ ടെയിൽ കിട്ടും. ടോട്ടൽ പ്രോബബിലിറ്റി 2ആണ്. അപ്പൊ അതിൽ ഹെഡ് കിട്ടാൻ പ്രോബബിലിറ്റി 1 ആണ്. അപ്പൊ അതുകൊണ്ടാണ് 1/2 വരുന്നത്. കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡിനും ടെയിലിനും കിട്ടാൻ ഈക്വൽ പ്രോബബിലിറ്റി ആണ്. 1/2 ആണ്. 50-50 ചാൻസ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളൊരു ഡിബേറ്റ് ഉണ്ടാകുമ്പോൾ ഈക്വൽ ചാൻസ് കൊടുക്കാനായിട്ട് നമ്മൾ കോയിൻ ചൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ 2 കോയിന് ഒരുമിച്ച് ടോസ് ചെയ്യുകയാണെങ്കിൽ എന്തെല്ലാം പ്രോബബിലിറ്റി ഉണ്ട് പറയാൻ പറ്റുമോ? നിങ്ങൾ ഹെഡ് അങ്ങനെ പറഞ്ഞു നോക്കി. 2 കോയിന് ഒരുമിച്ച് ടോസ് ചെയ്യണം. അപ്പൊ നമുക്ക് ഫസ്റ്റ് രണ്ടും വേണമെങ്കിൽ ഹെഡ് ആവും, അല്ലെ? രണ്ടിന് ഹെഡ് ആവും. യെസ്, വെരി ഗുഡ്. 2 ഹെഡ് ആവും. ഫസ്റ്റ് ടെയിലും പിന്നെ ഹെഡ് ആവും. വെരി ഗുഡ് ഹൈഫ.
പിന്നെ ഹെഡും ടൈലും ആവും, ടൈലും ടൈലും ആവും. ഇതുപോലെ തന്നെ ഒരു ഡൈസ്, ഇപ്പൊ നമ്മള് ലുഡോ എല്ലാം കളിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ സ്നേക്ക് ആൻഡ് ലാഡറിലൊക്കെ കളിക്കുന്നത്. അപ്പൊ ലുഡോ ഒറ്റ ഡൈ എറിയുമ്പോൾ ഉള്ള പ്രോബിലിറ്റി എന്തൊക്കെയാണ്? 1 ആകാം, 2 ആകാം, 3 ആകാം, അല്ലെ 4 ആകാം, 5 ആകാം, 6 ആകാം, ശരിയല്ലേ? 6 ആകാം. അപ്പൊ ഇതില് വെൻ എ സിംഗിൾ ത്രോ ഓഫ് ഡൈ, ഒരു സിംഗിൾ ത്രോ ഓഫ് ഡൈയില് ഒരു 2 കിട്ടാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? ഒരു സിംഗിൾ ത്രോ ഓഫ് ഡൈയില് നമ്പർ 2 കിട്ടാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? സിംഗിൾ ത്രോ ഓഫ് ഡൈ 2 കിട്ടാനുള്ള പ്രോബിലിറ്റി നമ്മൾ പറയും 1/6 ആണ്, അല്ലെ? മൊത്തം 6 ഉണ്ട്, ഒരു 1 കിട്ടാനുള്ള പ്രോബിലിറ്റി ആണ്. ഇനി സിംഗിൾ ത്രോ ഓഫ് ഡൈയില് ഒരു ഓഡ് നമ്പർ വരാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? ഓഡ് നമ്പർ വരാനുള്ള പ്രോബിലിറ്റി സിംഗിൾ ത്രോ ഓഫ് ഡൈയില് ഓഡ് നമ്പർ വരാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? മൊത്തം എത്ര ഓഡ് നമ്പറിന് ചാൻസ് ഉണ്ട്? 3 ഓഡ് നമ്പർ ഉണ്ട്, മൊത്തം ഉള്ളത് 6 ആണ്. അപ്പം 3/6 അല്ലെങ്കിൽ 1/2. അപ്പോൾ അത് ഈവൻ നമ്പർ വരാൻ ഇതുപോലെ തന്നെ 3 ചാൻസ് ആവുള്ളത്, 3/6 അല്ലെങ്കിൽ 1/2 കിട്ടും. ഇനിയിപ്പോൾ 2 ഡൈസ് നമ്മൾ എറിയുവാണെങ്കിൽ എന്തൊക്കെ ചാൻസ് വരാൻ പറ്റും? 1/1 വരാം, അല്ലെ? അതുപോലെ തന്നെ 1/2 വരാം. ഇങ്ങനെ അത് 1/6 വരെ വരാൻ പറ്റും. വീണ്ടും നമുക്ക് അടുത്ത സൈക്കിൾ വീണ്ടും എടുക്കാൻ പറ്റും. ഫസ്റ്റ് ഡൈലിൽ 2 വന്നിട്ട് സെക്കൻഡ് ഡൈലിൽ അങ്ങനെ എടുക്കാം, 2 എടുക്കാം. ഇത് ഇങ്ങനെ പോയി നമുക്ക് 2/6 എത്താൻ പറ്റും, ഇല്ലേ? വീണ്ടും നമ്മൾ അടുത്തൊരു കോമ്പിനേഷൻ എടുക്കാൻ പറ്റും. ഫസ്റ്റ് ഡൈൽ 3 വരുന്നു, സെക്കൻഡ് ഡൈൽ 1 വരുന്നു, ഇതും 3 വരുന്നു. ഇത് ഇങ്ങനെ വീണ്ടും വീണ്ടും പോയി നമുക്ക് വീണ്ടും 3/6 എത്താൻ പറ്റും. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ 2 ഡൈസ് എറിയുമ്പോൾ എത്ര പ്രോബിലിറ്റി ഉണ്ട്? 2 ഡൈസ് എറിയുമ്പോൾ എത്ര പ്രോബിലിറ്റി ഉണ്ട്? സോറി, എത്ര ടോട്ടൽ ചാൻസ് ഉണ്ട്? 2 ഡൈസ് എറിയുമ്പോൾ ടോട്ടൽ മാക്സിമം ചാൻസസ് എത്രയാണ്? ടോട്ടൽ ചാൻസസ് എത്രയാണ്? ഒരു ഡൈ എറിയുമ്പം 6 ചാൻസ് ആണ് കിട്ടുന്നത്. 1 കിട്ടാൻ, 2 കിട്ടാൻ, 3 കിട്ടാം. അപ്പോൾ 2 ഡൈസ് എറിയുമ്പം മൊത്തം എത്ര ഔട്ട്കം വരുന്നുണ്ട്? 2 ഡൈസ് എറിയുമ്പോൾ കറക്റ്റ് 36 ഔട്ട്കം. അപ്പോൾ 36 എന്ന് പറഞ്ഞാൽ എങ്ങനെ 36 എത്തി വെച്ചിട്ടുണ്ടെങ്കിൽ 6/2 ആണ് 36 എത്തുന്നത്. 6/2 ആണ് 36 എത്തുന്നത്. എന്താണ്? 6 ആണ്. ഒരു ഡൈയിലുള്ള സൈഡ്സ് 6 ആണ്. അപ്പൊ 2 ഡൈ ആകുമ്പോൾ 6/2 ആയി മാറും. അപ്പൊ അങ്ങനെയാണെങ്കിൽ 3 ഡൈ ആകുമ്പോൾ ഇക്വേഷൻ എന്തായി മാറും? 3 ഡൈ ആകുമ്പോൾ ഇക്വേഷൻ എന്തായി മാറണം? 6/3 ആയി. റേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 6 to the power of 3 ആണ് ഉദ്ദേശിച്ചത്. അപ്പം 3 ഡൈസ് എറിയുമ്പോൾ ടോട്ടൽ ഔട്ട്കംസ് എത്രയായിരിക്കും? 6 പറയൂ. 3 ഡൈസ് എറിയുമ്പോൾ ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ് എത്രയായിരിക്കും? 6/3 അല്ലെങ്കിൽ 6 to the power of 3 എന്ന് പറയും. 6 അല്ലെ? 6 3 6കൾ മൾട്ടിപ്ലൈ ആകുമ്പോൾ നമുക്ക് 216 എന്ന് കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ 4 ഡൈസ് എറിയുമ്പോൾ ടോട്ടൽ ഔട്ട്കം എത്രയായിരിക്കും? 6 ചെയ്യുന്നു. അപ്പൊ 216 കൊണ്ട് വീണ്ടും 6 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1296 കിട്ടും. ഈ ഗോട്ട് ദിസ്. ഇത്രയും പറയാൻ ശ്രമിച്ചത് 4 ഡൈസ് എറിയുമ്പോൾ നമുക്ക് 1296 ഔട്ട്കംസ് ആണ് മൊത്തത്തിലുള്ളത്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഫേവറബിൾ ഔട്ട്കം എന്താണ്? വാട്ട് ഈസ് യുവർ ഫേവറബിൾ ഔട്ട്കം ഹിയർ? ഫേവറബിൾ ഔട്ട്കം ഈസ്, നമ്മുടെ പ്രോബിലിറ്റി ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം. അപ്പം ടോട്ടൽ നമ്പർ അടിയിലുള്ളത് നമുക്ക് കണ്ടുപിടിച്ചു കഴിഞ്ഞു. ടോട്ടൽ നമ്പർ എത്രയാണ്? 1296 എന്ന് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഫേവറബിൾ ഔട്ട്കം എത്രയാണ് ചോദിക്കുന്നത്. ഫേവറബിൾ ഔട്ട്കം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗെറ്റിംഗ് എ സം ഓഫ് 22 ഓർ മോർ എന്ന് പറയുന്നത്. 22 ഓർ മോർ. 22 ഓർ മോർ. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മാക്സിമം ഫസ്റ്റ് ഡൈയിൽ മാക്സിമം 6 കിട്ടിയെന്ന് വിചാരിക്കുക. സെക്കൻഡ് ഡൈയിൽ മാക്സിമം 6 കിട്ടിയെന്ന് വിചാരിക്കുക. തേർഡ് ഡൈയിൽ മാക്സിമം 6 കിട്ടിയെന്ന് വിചാരിക്കുക. ഇനി 22 കിട്ടണമെങ്കിൽ ഇനി എത്ര എത്തണം മിനിമം? ഫോർത്ത് ഡൈയിൽ എത്ര വരണം? മിനിമം എത്ര വരണം? 3 വന്നാൽ ശരിയാവോ? 3 വന്നാൽ അത്രേ വരുന്നുള്ളൂ. ഫോർത്ത് ഡൈ 3 വന്നാൽ 21 വരുന്നുള്ളൂ, ശരിയല്ലേ? അപ്പൊ ചുരുങ്ങിയത് നെക്സ്റ്റ് അത് എത്ര വരണം? 4 എങ്കിലും എത്തണം. ടീക്കേ, കറക്റ്റ്. ഇനിയിപ്പം ഈ ഡൈ തന്നെ 4 വരണമെന്നില്ല. രണ്ടാമത്തെ മൂന്നാമത്തെ ഡൈയിലൊക്കെ 4 വന്നാലും മതി. പക്ഷെ ചുരുങ്ങിയത് 3 6ഉം ഒരെണ്ണത്തില് 4ഉം വരാം. ഇത് മാത്രമേ പോസിബിലിറ്റി ഉള്ളൂ. 22 ആൻഡ് മോർ എന്ന് പറഞ്ഞത്. വേറെ എന്തൊക്കെ പോസിബിലിറ്റി ഉണ്ട്? 6. അപ്പൊ 3 6, ഒരെണ്ണത്തിന് 5 വന്നാലും സംഭവം ഓക്കെയാണ്. ഒരെണ്ണത്തിന് 5 വന്നാലും പോസിബിലിറ്റി ഉണ്ട്. ഇത് മാത്രമേ ഉള്ളോ? ഒരു പോസിബിലിറ്റി കൂടെ ഉണ്ടോ? 22 ഓർ മോറിന് കിട്ടുന്ന ഒരു പോസിബിലിറ്റി കൂടെ ഉണ്ടോ? ഇനി എന്താണ് പോസിബിലിറ്റി? 4 എല്ലാം 6 ആയാലും പറ്റും, ഇല്ലേ? എല്ലാം 6 ആയാലും 22 ഓർ മോർ ആണ്. എല്ലാം 6 ആയാലും 22 ഓർ മോർ ആണ്. അപ്പൊ വി ഹാവ് ദീസ് 3 പോസിബിലിറ്റീസ്.
ഈ 3 പോസിബിലിറ്റീസ് നമ്മുടെ മുമ്പിലുണ്ട് 22 ഓർ മോർ കിട്ടാനായിട്ട്. ഇവിടെ ഇപ്പം 22, ഇതിൽ ഈ ഒരു പോസിബിലിറ്റി 22 ആണ് കിട്ടുന്നത്, ഈ ഒരു പോസിബിലിറ്റി 23 ആണ് കിട്ടുന്നത്, ഈ ഒരു പോസിബിലിറ്റി 24 ആണ്. എന്ന് പറയുന്നത് 4 ഡൈസ് അറിയും മാക്സിമം കിട്ടുന്നത് 24 ആണ്. ഇപ്പൊ 22 ആവാം, 23 ആവാം, 24 ആവാം. അതാണ് 22 ഓർ മോർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 22 ഓർ മോർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനിയിപ്പോ നമ്മൾ ചെയ്യേണ്ടത് ഈ ഈ ഒരു സെറ്റിനകത്ത് എത്ര ചാൻസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. ഈ ഒരു സെറ്റിനകത്ത് എത്ര ചാൻസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ഇനി ലാസ്റ്റ് ഒരു സെറ്റിനകത്ത് ഒരു ചാൻസ് മാത്രമേ വരുന്നുള്ളൂ. 4 വെച്ച ഒറ്റ ചാൻസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ അതായിരിക്കും നമ്മുടെ ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത്. അപ്പം 6 6 6 4 ഇത് എത്ര തരത്തിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം അറേഞ്ച്മെന്റിന്റെ ലോജിക്ക് തന്നെ എടുക്കാം. അറേഞ്ച്മെന്റ് ലോജിക്ക് തന്നെ എടുക്കാം. അപ്പൊ അവിടെ ഇതാണ് ഫസ്റ്റ് പോസിബിലിറ്റി പറഞ്ഞത്, 6 6 6 ആൻഡ് 4. 6 6 ആൻഡ് 4. അപ്പൊ ഇവിടെ എന്താ ചെയ്യാം? 4 ലെറ്റേഴ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞു 6 3 റിപ്പീറ്റ് ചെയ്ത് വരുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 4 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ എടുത്തു. അപ്പൊ ഇത് 4 തരത്തിൽ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 4 തരത്തിൽ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഈക്വൽ ദിസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 23 വരാനുള്ള പോസിബിലിറ്റി എന്തൊക്കെയാണ്? 23 വരാനുള്ള പോസിബിലിറ്റി എന്തൊക്കെയാണ്? 23 വരാനുള്ള പോസിബിലിറ്റി കൂടെ കണ്ടുപിടിച്ച് പെട്ടെന്ന്. 23 വരാനുള്ള പോസിബിലിറ്റി 6 6 6 ആൻഡ് 5 ആണ് വരുന്നത്. 6 6 ആൻഡ് 5 ആണ് വരുന്നത്. അപ്പൊ അതങ്ങനെ തന്നെ ആയിരിക്കും. 6 6 6 ആൻഡ് 5 ആണ് വരുന്നത്. ദാറ്റ് ഇസ് അനദർ പോസിബിലിറ്റി. ഇത് കൂടാണ്ട് മറ്റൊരു പോസിബിലിറ്റി കൂടെ ഉണ്ട്. രണ്ടിടത്ത് 6ഉം രണ്ടിടത്ത് ഞാൻ മിസ്സായ പോസിബിലിറ്റിയാണ്. രണ്ടിടത്ത് 6ഉം രണ്ടിടത്ത് 5ഉം ഒന്ന് വന്നാലും നമുക്ക് ഇതിലെത്താൻ പറ്റും. 20 ആൻഡ് 4 എത്താൻ പറ്റും. അനദർ വൺ ഈസ് 6 6 6 5. ഇതിനും 4 പോസിബിലിറ്റി ആണുള്ളത്. സോ ദിസ് പോസിബിലിറ്റി, ഈ ഒരു പോസിബിലിറ്റി നേരത്തെ പറയാത്തൊരു പോസിബിലിറ്റി ആണ്. ഇതുകൊണ്ട് കൺസിഡർ ചെയ്യണം. രണ്ടിടത്ത് 6ഉം രണ്ടിടത്ത് 5 വന്നാൽ നമുക്ക് 22 എത്താവുന്ന മറ്റൊരു പോസിബിലിറ്റിയാണ്. രണ്ടിടത്ത് 6ഉം രണ്ടിടത്ത് 5 വന്നാലും 22 എത്താം. 23 എത്താനുള്ള പോസിബിലിറ്റി ഇതാണ്. 3 6 വന്നാലും 5 വന്നാലും നമുക്ക് 23 എത്താനായിട്ടുള്ള ഒരു പോസിബിലിറ്റിയാണ്. ആൻഡ് ഫൈനലി മറ്റൊരു പോസിബിലിറ്റി നമ്മൾ എടുക്കണം. നമ്മൾ 4 എടുത്തും 6 വന്നാലുള്ള പോസിബിലിറ്റീസ്. അപ്പൊ നമുക്ക് മൊത്തത്തിൽ 4 ഓപ്ഷൻസാണ് ഉള്ളത്. ഒന്നെങ്കിൽ 3 6ഉം 1 4ഉം, അല്ലെങ്കിൽ 2 6ഉം 2 5ഉം, അല്ലെങ്കിൽ 3 6ഉം 1 5ഉം, അല്ലെങ്കിൽ 4 6കളും. ക്ലിയർ? അപ്പൊ നമ്മൾ ടോട്ടൽ ആഡ് ചെയ്യുക. 4 + 6 10 + 4 + 1. സോ ആൻസർ 15 അല്ലെ? 15ലേക്ക് എത്തുന്നു. 15/1296. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 5/432 നമുക്ക് ആൻസർ കിട്ടും. ഇത് പ്രീവിയസ്ലി സിമാൻ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് ലെങ്തി പാറ്റേൺ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമുക്ക് കോൺസെപ്റ്റും നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേയധികം സമയം സേവ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു രീതി നിങ്ങൾക്ക് മനസ്സിലായി? ഡിഡ് യു ഫോളോ ദ ക്വസ്റ്റ്യൻ? ഡു ഐ നീഡ് ടു റിപ്പീറ്റ്? ഓക്കെ. നമ്മൾ നോക്കുക എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ടെന്ന് നോക്കുക. ഇത് 22 അല്ലെങ്കിൽ മുകളിൽ വരാനായിട്ട് എന്തൊക്കെ പോസിബിലിറ്റി ഉണ്ടെന്ന് നോക്കുക. അപ്പൊ ഇവിടെ നമുക്ക് 4 പോസിബിലിറ്റി ആണുള്ളത്. ആ 4 പോസിബിലിറ്റിയിലുള്ള അറേഞ്ച്മെന്റ്സ് നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിച്ചു. അങ്ങനെ നമ്മൾ ആൻസറിലേക്ക് എത്തി. അപ്പൊ ഇവിടെ ഇപ്പൊ ഈ ഒരു കാറ്റഗറി പ്രോബ്ലംസ്, അറേഞ്ച്മെന്റ്സ്, പെർമുട്ടേഷൻ, ഈ ഒരു കാറ്റഗറി പ്രോബ്ലംസ്, പ്രോബബിലിറ്റി ഒക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതിന്റെ കൂടുതൽ ഏരിയാസ് ഒക്കെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം. നമ്മൾ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു ഏരിയയാണ്, സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ഏരിയയാണ് പെർമുട്ടേഷൻ, കോമ്പിനേഷൻ, പ്രോബബിലിറ്റി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞാനൊരു ഈ ഒരു ഏരിയയുടെ ഡിസ്കഷൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. ഞാൻ മറ്റൊരു ടൈപ്പ് ഓഫ് കാറ്റഗറി പ്രോബ്ലത്തിലേക്ക് പോവാണ്. സോ അനദർ ക്വസ്റ്റ്യൻ ഫോർ യു. ഇത് കുറച്ചുകൂടെ ഒരു ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതും പ്രീവിയസ്ലി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ട്രൈ ടു സോൾവ് ദിസ്. എല്ലാവരും ഒന്ന് ട്രൈ ടു സോൾവ് വിതൗട്ട് യൂസിങ് കാൽക്കുലേറ്റർ ഉപയോഗിക്കാണ്ട്. നിങ്ങളൊരു 2 മിനിറ്റ്സ് എടുത്താലും കുഴപ്പമില്ല. നിങ്ങൾ 2 മിനിറ്റ്സ് എടുത്തോളൂ. എന്നാലും കാൽക്കുലേറ്റർ ഉപയോഗിക്കാണ്ട് നിങ്ങളൊന്ന് സോൾവ് ചെയ്തിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് ആൻസർ എന്ന് പറയാം. ഓക്കെ. കാൽക്കുലേറ്റർ ഉപയോഗിച്ച് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രാക്ടീസ് ആകത്തില്ല. നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിക്കാണ്ട് തന്നെ സോൾവ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആൻസറിലേക്ക് നോക്കാം. ഒരു 50 കുട്ടികളാണ് ക്ലാസ്സിലുള്ളത്. ഗേൾസ് ടു ബോയ്സ് റേഷ്യോ 4:6 ആണ്. ബാക്കി ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ആവറേജ് മാർക്സ് ബോയ്സിന്റെ ആവറേജ് മാർക്കാണ് കണ്ടുപിടിക്കേണ്ടത്.
അപ്പൊ ആദ്യം തന്നെ എത്ര ബോയ് ഉണ്ട് എത്ര ഗേൾ എന്ന് കണ്ടുപിടിക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ അത് കണ്ടുപിടിക്കുക. എല്ലാവരും എത്ര ബോയ് ഉണ്ട് എത്ര ഗേൾ എന്ന് കണ്ടുപിടിച്ചോ. ബോയ്സ് ആണോ കുറവ് ഗേൾസ് ആണോ കുറവ്? 4:6 എന്നാണ് പറഞ്ഞത്. അപ്പൊ എത്ര ബോയ് ഉണ്ട് എത്ര ഗേൾ എന്ന് കണ്ടുപിടിക്കൂ. അങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാം. 4:6 എന്നാണ്. 4:6 എന്ന് പറയുമ്പോൾ 10 ആയിട്ട് എടുക്കുക. മൊത്തം ടോട്ടൽ 10 ആയിട്ട് എടുക്കുക. അപ്പം 50നെ 10 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എത്ര എത്ര ഗേൾസ് ഉണ്ട് എത്ര ബോയ്സ് ഉണ്ട്? 20 ബോയ്സ്, റിമൈനിങ് 30 ഗേൾസ്. ഓക്കെ. അപ്പം ആവറേജ് മാർക്സ് ഫോർ ഗേൾസ് വന്നിട്ടുണ്ട്. ഗേൾസിന്റെ ആവറേജ് മാർക്ക് വന്നിട്ടുണ്ട്. അപ്പം ഗേൾസിന്റെ ടോട്ടൽ മാർക്ക് എത്ര കണ്ടുപിടിക്കാം. ഇനി അടുത്ത കണ്ടുപിടിക്കേണ്ടത് ഗേൾസിന്റെ ആവറേജ് മാർക്ക് വന്നിട്ടുണ്ട്. ഗേൾസിന്റെ ടോട്ടൽ മാർക്ക് കണ്ടുപിടിച്ചത്. ഗേൾസിന്റെ ടോട്ടൽ മാർക്ക് കണ്ടുപിടിക്കുക. ഗേൾസ് 30 ആണ്, ആവറേജ് മാർക്ക് 60 ആണ്. അപ്പോൾ ഗേൾസിന്റെ ടോട്ടൽ മാർക്ക് എത്രയാ? ടോട്ടൽ മാർക്സ് ഡിവൈഡ് ബൈ ടോട്ടൽ സം ഡിവൈഡ് ബൈ നമ്പർ ആണ് ആവറേജ്. അപ്പം ഗേൾസിന്റെ മാർക്കിന്റെ സം എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഗേൾസിന്റെ എണ്ണം 30 ആണ്, ഗേൾസിന്റെ ആവറേജ് 60 ആണ്. അപ്പം 60 × 30 അല്ലേ, ആണ് ഗേൾസിന്റെ മാർക്കിന്റെ സമ്മ്. കുറച്ച് കണക്കുകളൊക്കെ നമ്മൾ മനക്കണക്കായിട്ട് ചെയ്യണം. 60 × 30 പെട്ടെന്ന് മനക്കണക്കായിട്ട് ചെയ്യാം, മൈൻഡിൽ തന്നെ ചെയ്യാം. 6 × 3 18 അല്ലേ, അങ്ങനെ തന്നെ ചെയ്യാം. അപ്പം ഗേൾസിന്റെ ടോട്ടൽ സം എത്രയാണ് കിട്ടിയോ? മൈൻഡ് ചെയ്യാൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക കുറച്ചൊക്കെ. അല്ല, ഗേൾസിന്റെ ആവറേജ് മാർക്ക് 60 ആണ് അല്ലെ, 60 ആണ്. ആവറേജ് ഈസ് ഈക്വൽ ടു ആവറേജ്, അത് മൈൻഡിലേക്ക് കൊണ്ടുവരും എപ്പോഴും. ആവറേജ് ഈസ് ഈക്വൽ ടു സം ഡിവൈഡ് ബൈ നമ്പർ ആണ്. സം ഡിവൈഡ് ബൈ നമ്പർ ആണ്. ഓക്കെ. സം ഈസ് ഈക്വൽ ടു ആവറേജ് ഇൻറ്റു നമ്പർ. ആവറേജ് ഇൻറ്റു നമ്പർ ആണ് വരുന്നത്. ഓക്കെ. പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. അപ്പൊ ഗേൾസിന് സം എത്ര കിട്ടുക? ഗേൾസിന് സം എത്ര കിട്ടുക? ഗേൾസിന് ആവറേജ് 60 ആണ്, ഗേൾസിന് എണ്ണം 30 ആണ്. അപ്പൊ 60 × 30 ഫാസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ പ്രാക്ടീസ് ചെയ്യുക. 60 × 30 എഴുതി ചെയ്യരുത്. 60 × 30 നിങ്ങൾ എഴുതി ചെയ്യാൻ പാടില്ല. 60 × 30 6 × 3 18 അല്ലേ. അപ്പൊ എത്ര കിട്ടുക? ഗേൾസിന്റെ ടോട്ടൽ സമ 1800 കിട്ടിയോ? ഇനി ആവറേജ് ഓഫ് ക്ലാസ്സിന്റെ മൊത്തം ആവറേജ് 62 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ക്ലാസ്സിന് മൊത്തം മാർക്ക് എത്രയാണ്? ക്ലാസ്സിന് മൊത്തം മാർക്കിന്റെ സം എത്രയാണ്? 62 ഇൻറ്റു എത്രയാണ്? 62 ഇൻറ്റു ക്ലാസ് മൊത്തം എത്ര ആൾക്കാരുണ്ട്? 50 പേരുണ്ട്. 62 ഇൻറ്റു 50 ചെയ്യുമ്പോൾ ക്ലാസ്സിന് മൊത്തം മാർക്ക് കിട്ടും. അപ്പൊ അങ്ങനെ ക്ലാസ്സിന് മൊത്തം മാർക്ക് കിട്ടി. ക്ലാസ്സിന് മൊത്തം മാർക്ക് കിട്ടിയോ? 62 ഇൻറ്റു 5 50. വേണമെങ്കിൽ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും നമ്പറിന്റെ ഹാഫ് എടുക്കുക. 62 ഹാഫ് എത്രയാണ്? 31. അപ്പോൾ 3100. ഓക്കെ. 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ചെയ്യുക. നമ്പറിന്റെ ഹാഫ് എടുത്തിട്ട് പെട്ടെന്ന് അല്ലേ 31,500. യാ. അപ്പം ബാക്കി റിമൈനിങ് മാർക്ക് ആയിരിക്കും ആർക്ക് കിട്ടുക? ബോയ്സിന്റെ മാർക്ക് കിട്ടും. ബോയ്സിന്റെ ടോട്ടൽ മാർക്ക് എത്രയായിരിക്കും? ബോയ്സിന്റെ ടോട്ടൽ മാർക്ക് 1300 ആയിരിക്കും ബോയ്സിന്റെ മാർക്ക്. കറക്റ്റ് അല്ലേ? 1300 ആയിരിക്കും ബോയ്സിന്റെ മാർക്ക്. എത്ര ബോയ്സ് ഉണ്ടെന്നാ പറഞ്ഞേ? എത്ര ബോയ്സ് ഉണ്ടെന്നാ പറഞ്ഞേക്കുന്നത്? 20 ബോയ്സ്. ഓക്കെ. അപ്പൊ ആൻസറിലേക്ക് എത്താം. വളരെ ഫാസ്റ്റ് ആൻസറിലേക്കും. 13 ഡിവൈഡ് ബൈ 2, 13ന്റെ പകുതി 6.5. ആൻസർ ഈസ് യാ ആൻസർ 65. അപ്പൊ ഈ ഒരു ടൈപ്പ് പ്രോബ്ലത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് കോൺസെപ്റ്റ് വളരെ സിമ്പിൾ ആണ്. സമയം സേവ് ചെയ്യാനായിട്ട് ഫാസ്റ്റ് ക്വിക്ക് മൾട്ടിപ്ലിക്കേഷനും ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷനൊക്കെ ഉപയോഗിക്കുക. മൾട്ടിപ്ലിക്കേഷനൊക്കെ പരമാവധി ഷോർട്ട് കട്ട്സ് ഉപയോഗിക്കുക. 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? അപ്പം 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഫാസ്റ്റർ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ എടുക്കുക. 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഷോർട്ട് കട്ട് എത്രയാണ്? നമ്പറിന്റെ ഹാഫ് കണ്ടുപിടിക്കുക, എന്നിട്ടൊരു 0 ഇടുക. അത്രേ ഉള്ളൂ. അപ്പൊ 16 × 5 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 16ന്റെ പകുതി എടുക്കുന്നു 8. 8ന്റെ കൂടെ 0 ഇടുന്നു. ഓക്കെ. സോ അഗെയിൻ അങ്ങനെ സിമ്പിൾ നമ്പർ. അപ്പം 240 × 5 240 പകുതി എടുക്കുന്നു, ഒരു 0 ഇടുന്നു. 240 പകുതി എത്ര? 120. 120 0 ഇട്ട് 1200. 240 × 5 ചെയ്യും 1200. മൾട്ടിപ്ലിക്കേഷന്റെ ഫാസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ്സുകളൊക്കെ പരമാവധി നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ അങ്ങനെയാണ് നമ്മൾ സമയം സേവ് ചെയ്യാനായിട്ട് ഇത്തരം പ്രോബ്ലംസിലൊക്കെ പറ്റുള്ളൂ. സോ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ നിങ്ങളിലേക്ക് എത്തി വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്. സോ റൈറ്റ് ആൻസർ ഈസ് ഓക്കെ. അപ്പം ഈ ഒരു ആവറേജസിന്റെ ഈ ഒരു കാറ്റഗറി ക്വസ്റ്റ്യൻ ഞാൻ എത്രയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ മറ്റൊരു ചെറിയൊരു ഏരിയ എടുക്കാം. നിങ്ങൾ ടയർഡാണോ? ക്യാൻ വി ടേക്ക് 10 more minutes? ഞാൻ കുറച്ച് ആവറേജിന് കുറച്ച് ഷോർട്ട് കട്ട്സ് കൊണ്ട് പറഞ്ഞ് നമ്മൾ ഈ ഒരു സെക്ഷൻ കൺക്ലൂഡ് ചെയ്യാം. ഷുഡ് വി ടേക്ക് 10 more minutes? ഓൺലൈൻ സെഷൻ ആയതുകൊണ്ട് ഓക്കെ, ഫൈൻ, ഗുഡ്. അപ്പോൾ ആവറേജസിൽ നമുക്ക് എപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഷോർട്ട് കട്ട്സുകൾ പറഞ്ഞ് ഞാനൊരു ഈ ഒരു പാർട്ട് കൺക്ലൂഡ് ചെയ്യാം. ഐ വിൽ ടേക്ക് അനദർ PPT.
ആവറേജസ്. ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇതേ രീതിയിൽ നമുക്ക് നേരിട്ട് കിട്ടണം നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ നമുക്ക് ഈ ഒരു കോൺസെപ്റ്റുകൾ നമുക്ക് ചിലപ്പോൾ ലോജിക്കൽ റീസണിങ്ങിലോ ചിലപ്പോൾ മാത്സിലോ ഒക്കെ തന്നെ ഏതെങ്കിലും പാർട്ടിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് കോൺസെപ്റ്റുകളാണ്, കുറച്ച് ഷോർട്ട് കട്ട്സുകളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ആവറേജസ് നമ്പേഴ്സ് ആൻഡ് ആവറേജ് എന്നുള്ള കാറ്റഗറി ആയിട്ട് കൊടുക്കും. നമ്പേഴ്സ് ആൻഡ് ആവറേജ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്ന കുറേ ഷോർട്ട് കട്ട്സുകളാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആവറേജ് എന്ന് പറഞ്ഞാൽ സം ഡിവൈഡ് ബൈ നമ്പർ എന്നാണ് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ചോദിക്കുകയാണ് ആവറേജ് ഫസ്റ്റ് 11 നാച്ചുറൽ നമ്പേഴ്സ്. ആവറേജ് ഫസ്റ്റ് 11 നാച്ചുറൽ നമ്പറിന്റെ ഷോർട്ട് കട്ട് ഉണ്ട് ഇതിനെല്ലാത്തിനും. ഇപ്പോൾ 11 നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 2 3 4 5 6 സ്റ്റാർട്ട് ചെയ്താണ് നാച്ചുറൽ നമ്പർ. അതിനോട് നാച്ചുറൽ നമ്പറോട് 0 1 2 3 4 എന്ന് പറയുകയാണെങ്കിൽ അത് നമ്മൾ ഓഡ് നമ്പേഴ്സ് വിളിക്കും, അല്ലേ? നമുക്ക് ഓഡ് നമ്പർ, പിന്നെ ഓഡ് നമ്പർ എന്താ, ഈവൻ നമ്പർ എന്താ, പ്രൈം നമ്പർ എന്താണെന്ന് അറിയാം? പ്രൈം നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ്, അതായത് ആ നമ്പറും 1ഉം മാത്രമേ പ്രൈം നമ്പേഴ്സും ഫാക്ടർ ആയിട്ടുള്ളൂ. പ്രൈം നമ്പേഴ്സിന് എക്സാമ്പിൾസ് പറയാൻ പറ്റുമോ? ക്യാൻ യു സേ വൺ ഫ്യൂ എക്സാമ്പിൾസ് ഓഫ് പ്രൈം നമ്പേഴ്സ്? സ്റ്റാർട്ട് വിത്ത് 1 again, 1ന് ശേഷം 2 again, 3 is a prime number, അല്ലെ? 5 is a prime number, 7 is a prime number, 9 പ്രൈം നമ്പർ ആണോ? 9 പ്രൈം നമ്പർ അല്ല, കാരണം 3 into 3 9 ആണ്. പിന്നെ 9 കഴിഞ്ഞ അടുത്ത പ്രൈം നമ്പർ എത്ര? 7 കഴിഞ്ഞ അടുത്ത പ്രൈം നമ്പർ എത്രയാണ്? 7 കഴിഞ്ഞ അടുത്ത പ്രൈം നമ്പർ എത്രയാണ്? 11 പ്രൈം നമ്പർ ആണ്, അല്ലെ? നെക്സ്റ്റ് എത്രയാണ്? 13 പ്രൈം നമ്പർ ആണ്. ഓഡ് നമ്പർ ഒരിക്കലും പ്രൈം നമ്പർ ആകുന്നില്ല, കാരണം 2ന്റെ സം വരുന്നുണ്ട്. 15 പ്രൈം നമ്പർ ആണോ? അല്ല. 3 into 5 15 ആണ്. 17 പ്രൈം നമ്പർ ആണ്. അപ്പോൾ അങ്ങനെ പ്രൈം നമ്പേഴ്സ്, ഈ ബേസിക് നമ്പേഴ്സിനെ പറ്റി ഒരു ബേസിക് ധാരണയുള്ള നല്ലതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് 11 നാച്ചുറൽ നമ്പേഴ്സിന്റെ സം നോക്കുകയാണ്. 11 നാച്ചുറൽ നമ്പേഴ്സ് 66/11 ആണ് കിട്ടുന്നത്. നമുക്ക് 66/11 എന്ന് പറഞ്ഞാൽ 6 ആണെന്നൊക്കെ നമുക്കറിയാം. നമുക്ക് ഇത് ഇങ്ങനെ ചെയ്യാണ്ട് തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒറ്റൊരു മെത്തേഡ് നമ്മൾ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് 11 നാച്ചുറൽ നമ്പർ ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് 11 + 1/2. 11 + 1/2. ഇനിയിപ്പോൾ ഫസ്റ്റ് 99 നമ്പേഴ്സ് ആണ് നമ്മൾ ചെയ്യേണ്ടത് 99 + 1/2. ഓക്കെ, അപ്പോൾ അതിന് ഷോർട്ട് കട്ട് എന്താണ്? ഇവിടെ ഷോർട്ട് കട്ടിൽ ഇതാണ് നമ്മൾ ഇവിടെ ഷോർട്ട് കട്ട് ഉപയോഗിക്കുകയാണ്. n നാച്ചുറൽ നമ്പേഴ്സ്, ഫസ്റ്റ് n നാച്ചുറൽ നമ്പർ ആണെങ്കിൽ അതിന്റെ ആവറേജ് ആണ് അതിനോട് ഒരു +1 ചെയ്തിട്ട് /2 ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഷോർട്ട് കട്ട്. ഫസ്റ്റ് n natural number, okay, n plus 1/2, n plus 1/2, n plus 1/2. So that is the equation. Okay, നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി ഈവൻ നമ്പർ ആണെങ്കിൽ എന്തായിരിക്കും ഷോർട്ട് കട്ട്? ഈവൻ നമ്പർ ആണെങ്കിൽ എന്താ ഷോർട്ട് കട്ട്? എന്താ? ഫസ്റ്റ് 11 ഈവൻ നമ്പേഴ്സിന്റെ ആവറേജ് എങ്ങനെയായിരിക്കും? നിങ്ങൾ ജസ്റ്റ് സിമ്പിൾ 11/2 ഇല്ല, 11 + 1 മാത്രമേ ഉള്ളൂ. 11 + 1 ആണ്, ജസ്റ്റ് 11 + 1. ആൻഡ് ഓഡ് നമ്പർ ആണ്. അപ്പം സോ ഇവിടെ ഷോർട്ട് കട്ട് പറയുന്നത് എന്താണ്? ഷോർട്ട് കട്ട് അറിയില്ലാത്തവർക്ക് ശ്രദ്ധിക്കുക. ഷോർട്ട് കട്ട് ഈസ് കേട്ടു. ഈവൻ നമ്പർ ആണെങ്കിൽ ഈവൻ നമ്പറിനോട് 1 കൂട്ടിയാൽ മാത്രം മതി. അപ്പൊ ആദ്യത്തെ 100 ഈവൻ നമ്പറുകളുടെ ആവറേജ് എത്ര ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 100നോട് 1 കൂട്ടിയാൽ മതി, 101 ആയിരിക്കും ആദ്യത്തെ 100 ഈവൻ നമ്പറുകളുടെ ആവറേജ് എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. ഇനി ആദ്യത്തെ 80 ഈവൻ നമ്പറുകളുടെ ആവറേജ് എന്ന് പറഞ്ഞാൽ 80 + 1 81, അത്രയേ ഉള്ളൂ. ഷോർട്ട് കം നമ്പർ 3, ഫൈനലി ഓഡ് നമ്പറിനെ ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓഡ് നമ്പറിന്റെ കാര്യത്തിൽ n + 1 വേണ്ട, n മാത്രമാണ്, n ആണ്. ഇനി ആദ്യത്തെ 10 ഓഡ് നമ്പറുകളുടെ ആവറേജ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 10 itself, 10 തന്നെയാണ്. ഇനി ആദ്യത്തെ 100 ഓഡ് നമ്പറുകളുടെ ആവറേജ് എന്ന് പറഞ്ഞാൽ ഇത് 100 തന്നെയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു 3 ഷോർട്ട് കട്ടുകൾ ഓർത്തിരിക്കുക. നാച്ചുറൽ നമ്പർ ആണ് n + 1/2, ഈവൻ നമ്പർ ആണെങ്കിൽ n + 1, ഓഡ് നമ്പർ ആണെങ്കിൽ n. ക്ലിയർ? നൗ ഇതിന്റെ ഇതേ കാറ്റഗറി തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആവറേജ് ഓഫ് ഈവൻ നമ്പേഴ്സ് ബിറ്റ്വീൻ 100 and 400 നമ്മൾ ഇങ്ങനെ എഴുതിയിട്ട് വേണം ചെയ്യാം. നമുക്ക് ഫസ്റ്റ് നമ്പർ പ്ലസ് ലാസ്റ്റ് നമ്പർ /2 ചെയ്താൽ നമുക്ക് ഇതിന്റെ ആവറേജ് കിട്ടും. ഫസ്റ്റ് നമ്പർ പ്ലസ് നമ്പർ. അപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ് മുതലുള്ളതാണെങ്കിൽ മാത്രമേ നമ്മൾ നേരത്തെ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നേരത്തെ ഇക്വേഷന്റെ പ്രത്യേകിച്ചുണ്ടെങ്കിൽ ഫസ്റ്റ് അല്ല, ഇൻ ബിറ്റ്വീൻ കുറച്ച് നമ്പേഴ്സ് തരുവാണെങ്കിൽ നമ്മളിവിടെ ആവറേജ് ഓഫ് 100നും ഈ 400നും ഇടയ്ക്കുള്ള നമ്പർ, 100-400 ഇടയ്ക്കുള്ള ഈവൻ നമ്പർ ആയതുകൊണ്ട് നമ്മൾ 102 ആണ് ഫസ്റ്റ് വൺ, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് 398. ഇൻ ബിറ്റ്വീൻ ആയതുകൊണ്ട് നമ്മൾ 400 ഇൻ ബിറ്റ്വീൻ ആയതുകൊണ്ട് എടുത്തില്ല. 102 + 398/2, 250 is ആൻസർ. അപ്പം ഫസ്റ്റ് പ്ലസ് ലാസ്റ്റ് /2 ചെയ്താൽ മതി എന്ന് ഓർക്കുക. ഫസ്റ്റ് പ്ലസ് ലാസ്റ്റ് /2.
First plus last by 2 even numbers. Okay. Now, similarly, 15 to 72 natural numbers. Similar ആയിട്ട് തന്നെ നമുക്ക് അപ്രോച്ച് ചെയ്യാം. ഇവിടെ നമ്മൾ എടുക്കുക 50 മുതൽ 52 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ. അപ്പം ഫസ്റ്റ് പ്ലസ് ലാസ്റ്റ്. ഫസ്റ്റ് 15 ആണ്, ലാസ്റ്റ് 72 ആണ്. ബൈ 2 ചെയ്തിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് എ ആൻസർ. സോ ദാറ്റ് ഇസ് ദ ആവറേജ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പം നമ്മൾ ഏറ്റവും ആദ്യം ഡിസ്കസ് ചെയ്ത് ഷോർട്ട് കട്ട് ഇക്വേഷൻ ഡിസ്കസ് ചെയ്ത് ഫസ്റ്റ് ഏത് കാറ്റഗറിയാണ്. പക്ഷേ ഈ കാറ്റഗറി ഫസ്റ്റ് പെട്ടെന്നല്ല, ഇത് ഇൻ ബിറ്റ്വീൻ ഇടയ്ക്കുള്ള കുറച്ച് നമ്പേഴ്സ് വന്നിട്ട് അതിന്റെ ആവറേജ് ചോദിക്കുകയാണ്. പക്ഷെ അത് നമ്പേഴ്സ് എന്തായിരിക്കണം? അത് എന്തെങ്കിലും തരത്തിൽ കണ്ടിന്യൂസ് ആയിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ കോമൺ ഡിഫറൻസ് ഉണ്ടായിരിക്കണം. പ്രോഗ്രഷൻ എന്നുള്ള കോൺസെപ്റ്റ് കേട്ടിട്ടുണ്ട്. പ്രോഗ്രഷൻ നമുക്ക് പലതരത്തിലുള്ള പ്രോഗ്രഷൻ. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഉണ്ട്. എന്താ പറയുമ്പോൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കോമൺ ഡിഫറൻസിൽ പോവാണ്. ഫസ്റ്റ് നമ്പർ എ ആവുന്നു, സെക്കൻഡ് നമ്പർ എ പ്ലസ് ഡി വരുന്നു അല്ലെ, അടുത്ത നമ്പർ എ പ്ലസ് 2d വരുന്നു. നമ്മൾ പറയാണ് 3 3 കൂട്ടിയാൽ 6, 6 വീണ്ടും 3 കൂട്ടിയാൽ 9, 9 3 കൂട്ടിയാൽ 12. ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. ദിസ് ഇസ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ വിത്ത് എ കോമൺ ഡിഫറൻസ്. ആ കോമൺ ഡിഫറൻസ് നമ്മൾ ഡി എന്ന് വിളിക്കുന്നത്. കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 3. ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. ഇപ്പൊ അതുപോലെ വേറെ നമ്പർ എടുക്കുകയാണ് 6. 6നോട് 5 കൂട്ടിയാൽ 6നോട് 5 കൂട്ടുന്നു, 5ന് കൂട്ടുമ്പോൾ നമുക്ക് 11 കിട്ടുന്നു. 11നോട് വീണ്ടും 5 കിട്ടുന്നു, 5 കൂട്ടുമ്പോൾ 16 കിട്ടുന്നു. അപ്പോൾ നമ്മളിവിടെ വീണ്ടും പറയാണ് ദിസ് അനദർ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ വിച്ച് ഹാസ് കോമൺ ഡിഫറൻസ് 5. എ ഈസ് ഫസ്റ്റ് നമ്പർ എ 6 ആയിട്ട് കാണാം. ഇനി ഇതുപോലെ തന്നെ മറ്റൊരു കോൺസെപ്റ്റ് ആണ് ജോമെട്രിക് പ്രോഗ്രഷൻ. ജി പി എന്ന് വിളിക്കും, ജോമെട്രിക് പ്രോഗ്രഷൻ. സോ വാട്ട് ഇസ് ജോമെട്രിക് പ്രോഗ്രഷൻ? ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് എടുക്കുകയാണ്. ആ സെറ്റ് ഓഫ് നമ്പേഴ്സ് ഒരു കോമൺ മൾട്ടിപ്പിൾ എടുക്കുകയാണ്. ഉദാഹരണം പറയണേ 4 ആണ് ഫസ്റ്റ് നമ്പർ. 4 into 3 12. 12 into 3 36. 36 into 3 108. ഇവിടെ വ്യത്യാസം എന്താണ്? നേരത്തെ ഒരു നമ്പർ ആഡ് ചെയ്ത് പോകുന്നതിന് പകരം ഇവിടെ എന്താ ചെയ്യുന്നത്? ഒരു നമ്പറോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോവാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സീരീസിലാണ് നമ്മൾ പ്രോഗ്രഷൻ, ജോമെട്രിക് പ്രോഗ്രഷൻ വിളിക്കുന്നത്. ജോമെട്രിക് പ്രോഗ്രഷൻ. ഇതുകൂടാണ്ട് ഹാർമോണിക് പ്രോഗ്രഷൻ ഉണ്ട്. അപ്പൊ ഈ രണ്ട് തരത്തിലുള്ള പ്രോഗ്രഷൻസ് ഉണ്ടെന്ന് ഓർത്തിരിക്കുക. രണ്ട് നമ്പർ സീരീസിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷനും ഉണ്ട്, ജോമെട്രിക് പ്രോഗ്രഷനും ഉണ്ട്. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ നമ്മൾ ആഡ് ചെയ്ത് പോകുന്നു, ജോമെട്രിക് പ്രോഗ്രഷനിൽ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നു. അപ്പൊ ഈ ഒരു ഇവിടെ ഞാൻ പറയാനുള്ള കോണ്ടെക്സ്റ്റ് ബേസിക്കലി ഈ കാറ്റഗറി ക്വസ്റ്റൻസ് എല്ലാം ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ പറയുന്ന കോമൺ ഡിഫറൻസുകൾ നാച്ചുറൽ നമ്പർ ആയിക്കോട്ടെ, ഓഡ് നമ്പർ ആയിക്കോട്ടെ, എല്ലാം ഒരു ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ കാറ്റഗറി വരുന്നതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഷോർട്ട് കട്ട്സുകൾ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടിയാണ് ഞാൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്താണ്, ജോമെട്രിക് പ്രോഗ്രഷൻ എന്താണെന്ന് പറഞ്ഞത്. മറ്റൊരു ഫൈനലി ഒരു ചെറിയൊരു ഹിന്റും കൂടെ പറഞ്ഞ് ഞാൻ ഈ പാർട്ട് കൺക്ലൂഡ് ചെയ്യുകയാണ്. പലപ്പോഴും ടിപ്പിക്കലി വരുന്ന ഒരു കാറ്റഗറി രണ്ട് ഷോർട്ട് കട്ട്സുകളാണ്. Average of first 12 20 multiples of 4. Average first 20 multiples of 4. ഇവിടെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് അഗൈൻ ഷോർട്ട് കട്ട് ഉപയോഗിക്കുകയാണ്. 20 multiples of 4. 4ന്റെ മൾട്ടിപ്പിൾ ആണ്. 4 എഴുതി. 20 multiples ആണ്. 20നോട് 1 ആഡ് ചെയ്ത് 21. 4 into 21 ചെയ്യുന്നു, by 2 ചെയ്യുന്നു. ഷോർട്ട് കട്ട്. ആവറേജ് ഫസ്റ്റ് 20 multiples of 4. 20 multiples of 4. അപ്പോൾ ഇവിടെ എന്താണ് സേവിങ് ഫാക്ടർ എന്താണ്? നമുക്ക് ഈ ഒരു സീരീസ് എഴുതുന്നത് നമുക്ക് ഒഴിവാക്കാം. 20 മൾട്ടിപ്പിൾസ് എഴുതുമ്പോൾ നമുക്ക് നേരത്തെ പറയേണ്ട ഫസ്റ്റ് നമ്പർ ലാസ്റ്റ് നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എഴുതി നോക്കണം. ഇവിടെ അത് എഴുതി നോക്കാണ്ട് തന്നെ ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. ഫസ്റ്റ് 20 multiples of 4. ഇപ്പൊ മൾട്ടിപ്പിൾസ് രീതിയിൽ മാത്രമേ അത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. 20 multiples of 4 അതൊരു ജോമെട്രിക് പ്രോഗ്രഷൻ ആംഗിളാണ്. 2ന്റെ 20 multiples of 4. 20 multiples of 4. ഇപ്പോൾ 4ന്റെ ഡിഫറെന്റ് മൾട്ടിപ്പിൾസ്. 4ന്റെ മൾട്ടിപ്പിൾസ് എല്ലാം 4 into 1 4 4 2 4 8 3 4 12 ആ ഒരു കോൺസെപ്റ്റ് പോവാണ്. ലാസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അപ്രോച്ചാണത്. ഫസ്റ്റ് നമ്പർ എഴുതുന്നു, എത്ര മൾട്ടിപ്പിൾസ് വേണ്ടി പറയുന്നു, അത് പ്ലസ് ഒന്ന് ആഡ് ചെയ്യുന്നു. 4 into 21/2 ദാറ്റ് ഈസ് 42. അപ്പോൾ ഈ ഒരു അപ്രോച്ചിൽ നമുക്കൊരു മൾട്ടിപ്ലിക്കേഷന്റെ ഈ കാറ്റഗറി വരുന്നതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ എന്ന് പറയൂ. ആവറേജ് ഫസ്റ്റ് 12 multiples of 3. Average of first 12 multiples of 3. Average of first 12 multiples of 3. എങ്ങനെയാണ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മതി. നമ്മൾ ഫസ്റ്റ് 3 എഴുതി, 12
ത്രീ ഇൻറ്റു വാട്ട്, ത്രീ ഇൻറ്റു എന്ത് ചെയ്യണം, 12 മൾട്ടിപ്പിൾസ് ആണ്. അപ്പോൾ 12 പ്ലസ് 1 13 അല്ലേ, 3 ഇൻറ്റു 13/2. സോ 3 ഇൻറ്റു 13/2 19.5. യെസ്, 3 ഇൻറ്റു 13 പ്ലസ് യെസ് 19.5, കറക്റ്റ്. ഗുഡ്. ഞാൻ നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് കുറച്ച് പ്രോബ്ലംസ് ഞാൻ തരുന്നുണ്ട്. നിങ്ങളത് ഇത് സോൾവ് ചെയ്ത് നോക്കുക. അതൊക്കെ കുറച്ച് ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ്. റീപ്ലേസ്മെന്റ് കാറ്റഗറി ക്വസ്റ്റൻസ് ആണ്. ഇതൊരു റീപ്ലേസ്മെന്റ് കാറ്റഗറി ക്വസ്റ്റൻ. ഇതും കൂടെ പറഞ്ഞ് ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. റീപ്ലേസ്മെന്റ് ഇപ്പൊ നമ്മൾ കാണാൻ സാധ്യതയുള്ള ഒരു കാറ്റഗറിയാണ് റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. എന്താണ് റീപ്ലേസ്മെന്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിങ്ങനെ ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. റീഡ് ദിസ് ക്വസ്റ്റ്യൻ ഓൾ ഓഫ് യു. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കൂ എല്ലാവരും. Yeah. റീപ്ലേസ്മെന്റ് പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റീപ്ലേസ്മെന്റ് പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഗ്രൂപ്പിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ തരും ഒരു 2 പേര് പോയിട്ട് വേറെ 2 പേര് വരുന്നു. അപ്പം നമ്മുടെ ആവറേജിൽ ഉണ്ടാകുന്ന മാറ്റം, അതാണ് റീപ്ലേസ്മെന്റ് കാറ്റഗറി ക്വസ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെയാണെങ്കിൽ എന്താണ്, 8 ആൾക്കാരുടെ ഏജ് 2 കൂടി വെൻ 21-23 വയസ്സുള്ള ആൾക്കാർ പോയി. 21-23 വയസ്സുള്ള ആൾക്കാർ പോയി എന്ന് പറയണം. അപ്പം പോയ ആൾക്കാരുടെ വയസ്സ് എത്രയാണ്? 21 + 23 44 ആണ് പോകുന്നത് അല്ലേ, 44 ആണ് പോകുന്നത്. അപ്പം ആവറേജ് ഏജ് രണ്ട് രണ്ട് വയസ്സ് രണ്ടായിട്ട് കൂടി, 2 യൂണിറ്റ് കൂടി. അപ്പോൾ ആവറേജ് ഏജ് 2 കൂടി എന്ന് പറഞ്ഞാൽ സമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പം മൊത്തം 8 പേരായതുകൊണ്ട് ഇപ്പോൾ സമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കും. സമ്മിലൊരു 16 ഡിഫറൻസ് വന്നിട്ടുണ്ടാവും. സമ്മിൽ 16 ഡിഫറൻസ് പോയി. അപ്പം ഓൾഡ് സം പ്ലസ് ന്യൂ സം. ഓൾഡ് സം എന്ന് പറഞ്ഞാൽ 21 + 23 ആയിരുന്നു, 44 ആയിരുന്നു, പ്ലസ് 16 ആണ് ചെയ്യേണ്ടത്. ഓക്കെ, 16 സം ഓഫ് the 8 men. അപ്പം ടോട്ടൽ സം. സോ സം ഓഫ് ഏജ് ആഫ്റ്റർ ദ റീപ്ലേസ്മെന്റ്, ഓൾഡ് സം. പഴയ സം എത്രയാണ്? പഴയ സം യെസ്, പോയ ആൾക്കാരുടെ. സോ ആവറേജ് 2 ന്യൂ മെൻ, പുതിയ വന്ന 2 ആൾക്കാരുടെ ആവറേജ് സമ്മാ ചോദിക്കുന്നത്. പുതിയ വന്ന 2 ആൾക്കാരുടെ വെയിറ്റ് ഇയർ എത്രയാണ് കണ്ടുപിടിക്കണം. പോയ ആൾക്കാരുടെ 44 ആണ്, ഉണ്ടായ ഇൻക്രീസ് 16 ആണ്. സം ഓഫ് യു ഗോട്ട് ദ ആൻസർ കറക്റ്റ്. മൊത്തം 60 ആണ്. മൊത്തം 60 ആണ്. 2 പേരുടെയും കൂടെ പുതിയതായിട്ട് വന്ന 2 പേരുടെയും കൂടെ ഏജ് എന്ന് പറഞ്ഞാൽ, ഏജിന് സമം എന്ന് പറഞ്ഞാൽ 60 ആണ്. അപ്പോൾ അതിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 60/2, വിച്ച് ഈസ് ആക്ച്വലി 30. റീപ്ലേസ്മെന്റ് കാറ്റഗറി ക്വസ്റ്റൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇങ്ങനെയും ക്വസ്റ്റൻ ഉണ്ട്. ഇതിന്റെ ഷോർട്ട് കട്ട് ആണ്. ഓൾഡ് സം പ്ലസ് ചേഞ്ച് ഇൻ ന്യൂ സം ബൈ n, that gives you another set of answers. സോ പ്രാക്ടീസിന് വേണ്ടി ഞാൻ കുറച്ചുകൂടെ ക്വസ്റ്റൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ സോൾവ് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. സോ വൺ ക്വസ്റ്റ്യൻ ഫോർ യു. ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഇഫ് ദ ആവറേജ് ഓഫ് 20 നമ്പർ is 0, of them at most how many of must be greater than 0? ഈ ക്വസ്റ്റ്യൻ കൊണ്ട് സോൾവ് ചെയ്യാം, എന്നിട്ട് വിൽ കൺക്ലൂഡ്. Read this question and answer this. Average of 20 number is 0. 20 നമ്പറിന് ആവറേജ് 0 ആണ്. അപ്പൊ അതിൽ അറ്റ്മോസ്റ്റ് എത്ര എണ്ണം ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം എന്നാണ് ചോദിക്കുന്നത്. ആ 20 നമ്പറുകളുടെ ആവറേജുകൾ 0 കിട്ടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ എത്ര നമ്പർ വരെ, മാക്സിമം എത്ര നമ്പർ വരെ 0യ്ക്ക് മുകളിൽ വരാം? Anyone got the answer for this question? Answers? ആൻസർ ഉണ്ടോ? ഇപ്പൊ എന്താണ് ഒരു ക്ലൂ കൂടി ഞാൻ നിങ്ങൾക്ക് തരാം. ആവറേജ് 0 ആണെങ്കിൽ ഒരേ ഒരു പോസിബിലിറ്റി എന്താണ്? ആവറേജ് സം ഡിവൈഡ് ബൈ നമ്പർ ആണ്. അപ്പൊ ആവറേജ് 0 ആണെങ്കിൽ എന്തും കൂടെ 0 ആയിരിക്കണം, സമം
സമ്മും സീറോ ആയിരിക്കണം. അപ്പൊ 20 നമ്പേഴ്സിന്റെ സമ്മ് സീറോ ആയിരിക്കണമെങ്കിൽ സീറോ കിട്ടാനാണ്, ആഡ് ചെയ്യുമ്പോൾ സീറോ കിട്ടാനുള്ള പോസിബിലിറ്റി എന്താണ്? ആഡ് ചെയ്യണം. രണ്ടാമതൊരു ക്ലൂ കൂടെ തരുവാണ്, അതിൽ കുറച്ച് നമ്പേഴ്സ് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം, അല്ലെ? മൈനസ് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ എന്നാൽ മാത്രമല്ലേ സീറോ കിട്ടുള്ളൂ. പോസിറ്റീവ് നമ്പേഴ്സ് മാത്രം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സീറോ കിട്ടോ? ഇന്ദുലേഖ saying answer is 19. Any other answers? Indulekha, can you just can you unmute and say why it is 19? Can you give us your explanation why it is 19? Any others has answers? സാർ, ഇത് ഷോർട്ട് കട്ട് ഞാൻ സാറിന്റെ വീഡിയോ കണ്ടായിരുന്നു. എന്നുവെച്ചാൽ 20 പോസിറ്റീവ് ആയിരിക്കും, സോ സം വുഡ് ബി പോസിറ്റീവ്, സോ ആവറേജ് സീറോ വരില്ല. അപ്പൊ അങ്ങനെ. Okay. ഓക്കെ. സോ ചുരുങ്ങിയത് ഒരു 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 നമ്പറെങ്കിലും നെഗറ്റീവ് ആയിരിക്കണം. ചുരുങ്ങിയത് ഒരു നമ്പറെങ്കിലും നെഗറ്റീവ് ആയിരിക്കണം. അതാണ് എൻ്റെ ലോജിക്ക്, അല്ലേ? അപ്പോൾ നമ്മൾ 19 നമ്പറും കൂടെ ആഡ് ചെയ്ത് എത്ര നമ്പർ കിട്ടിയാലും കുഴപ്പമില്ല. 20ാമത്തെ നമ്പർ ആ 19 നമ്പറിന്റെ സമ്മിന്റെ ഒരു നെഗറ്റീവ് നമ്പർ ആയാൽ മതി. ഉദാഹരണം പറയുകയാണെങ്കിൽ ജസ്റ്റ് റാൻഡമിലി സേ 19 നമ്പർ ആഡ് ചെയ്യുമ്പോൾ 1600 എന്നൊരു നമ്പർ കിട്ടും വിചാരിക്കുക. 20ാമത്തെ നമ്പർ മൈനസ് 1600 ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ സമ്മ് സീറോ ആയിട്ട് കിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ ആൻസർ. അത് ലോജിക്ക് അത്രയേ ഉള്ളൂ. അപ്പോൾ മാക്സിമം 19 നമ്പേഴ്സ് വരെ നമുക്ക് പോസിറ്റീവ് ആകാം. എന്തായാലും ഒരെണ്ണമെങ്കിലും നെഗറ്റീവ് ഉണ്ടായിരിക്കണം, എന്നാലേ മാത്രമേ അത് സമ്മ് സീറോ ആയിട്ട് കിട്ടുള്ളൂ. ഓക്കെ. So we'll continue. Mostly we'll meet again on Sunday. Mostly we'll meet again on Sunday. Sunday probably we'll have logic reasoning in the part of it. We'll meet again on Sunday. Okay. So thank you everyone. Thank you. So we are calling it a day. So we'll update in the group. Mostly we'll meet again for logical reasoning session on Sunday. Thank you. Bye bye.